അപ്പോസ്തലനായ പൗലൂസിൻ്റെ കൂടെ സഹയാത്രികനായിരുന്നു ലൂക്കോസ്. അതുകൊണ്ട് തന്നെ ലൂക്കോസ് ഈ സംഭവങ്ങളെല്ലാം വിവരിക്കുകയാണ്. 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇത് ക്രമമായിട്ട് എഴുതാനുള്ള കാരണത്തെക്കുറിച്ചൊക്കെ അവിടെ എഴുതുന്നുണ്ട്. ആ ഭാഗത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇവിടെ ഇങ്ങനെയാണ്. ഇത് കഴിഞ്ഞിട്ട് പൗലോസ് മക്കദോനിയയിലും ആഖായിലും കൂടി കടന്ന് ജെറുസലേമിലേക്ക് പോകണമെന്ന് മനസ്സിൽ നിശ്ചയിച്ചു. അടുത്തത് എഴുതിയിരിക്കുന്നത് അവിടെ നിന്ന് റോമയിലേക്ക് പോകണമെന്ന് പറഞ്ഞു. 2 കാര്യങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നത്. ഒന്ന്, അപ്പോസ്തലനായ പോള് മനസ്സിൽ നിശ്ചയിച്ച ഒരു കാര്യം ആരോടും പറഞ്ഞില്ലെന്നുള്ളതും, രണ്ടാമത് നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്ത് എത്തപ്പെട്ടതിന് ശേഷം അവിടെ നിന്ന് പോകുന്ന സ്ഥലത്തെക്കുറിച്ച് പറയുവാനും ഇടയായിത്തീർന്നു. കഴിഞ്ഞ ദിവസം എൻ്റെ സഹധർമ്മിണി എന്നെ വളരെ തർജ്ജനം ചെയ്തൊരു കാര്യം പറഞ്ഞു. നിങ്ങളെല്ലാം ഒന്ന് കരയടിച്ച് പ്രോത്സാഹിപ്പിക്കണമേ. പറവാൻ താമസവും കേൾക്കാൻ വേഗതയും. ഞാൻ പറഞ്ഞു, കാറ് വേണമെങ്കിൽ വേഗത കുറയ്ക്കാം, എൻ്റെ പറച്ചിലിൻ്റെ വേഗത ഒരിക്കലും കുറയടി സുജേ. അതുകൊണ്ട് എന്നെ നീ ഈ കാര്യം ഇപ്പം എന്നോട് ഈ അടുത്ത് പറഞ്ഞു, ഈ കാര്യത്തിലൊരു മെസ്സേജൊക്കെ എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ക്രമപ്പെടാതെ എങ്ങനെ അതിനെക്കുറിച്ച് ഞാൻ പ്രബോധിപ്പിക്കും എന്ന് പറഞ്ഞു. പോള് പക്ഷെങ്കിൽ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡല്ല. പോള് ചില ദർശനങ്ങളെ ആരോടും പറയത്തില്ല. ചില ആഗ്രഹങ്ങളെ ഒരു കുഞ്ഞിനോട് പറയാതെ അത് മനസ്സിൽ അങ്ങ് വെച്ചേക്കും. സ്തോത്രം! എത്ര നല്ല ഒരു ക്വാളിറ്റി അതല്ലേ, സ്തോത്രം! അത് ആരോടും പറയത്തില്ല. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ ഒരു അടുത്ത ഒരു റലം കാണണമേ. നിശ്ചയിച്ചിരിക്കുന്ന ആരോടും പറയാത്ത സ്ഥലത്ത് എത്തപ്പെട്ടതിന് ശേഷം പോകാനുള്ള കാര്യം പറഞ്ഞു. സ്തോത്രം, 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 സ്തോത്രം. ഇന്ന് വർഷിപ്പിനിടയിൽ സോണി ബ്രദർ ഒരു കാര്യം എടുത്തു പറഞ്ഞു. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് തലമുറകളില്ലാത്തവരൊക്കെ പേരിടണമെന്ന്. സ്തോത്രം! അതൊരു ആമീനൊന്ന് പറയാൻ കഴിയുമോ നിങ്ങൾക്ക്? അതൊരു പ്രോഫറ്റിക്ക് ഒരു പ്രഖ്യാപനമായിട്ട് കാണുന്നവരൊന്ന് ആമീൻ പറഞ്ഞേ. നിങ്ങൾ കുഞ്ഞുങ്ങൾ ഉള്ളവരല്ല, കുഞ്ഞുങ്ങളില്ലാത്തവരൊന്ന് ആമീൻ പറഞ്ഞേ. സ്തോത്രം! എന്നാന്നറിയാവോ, നമുക്ക് സാധ്യത കാണുന്നില്ല. പോളിതാ ചെയ്തത്. സാധ്യത യെരുശലേമിൽ എത്താൻ ഒരു സാഹചര്യവുമില്ല. കാര്യം അതുപോലെയുള്ള പ്രശ്നങ്ങൾ അവിടെ നടക്കുകയാണ്. അപ്പോൾ പോള് പറയാണ്, മനസ്സിൽ ഞാൻ നിശ്ചയിച്ചിരിക്കുകയാണ്, ഞാൻ ജെറുസലേമിലെത്തും. അത് 2-3 സ്ഥലത്തും കൂടി നടന്ന് ഞാൻ ജെറുസലേമിലെത്തും. എന്നിട്ട് അവിടെ നിന്ന് ഞാൻ റോമയ്ക്കൊന്ന് പോകുമെന്ന്. സ്തോത്രം, 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 സ്തോത്രം. ഒന്ന് കരം ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഞാൻ ഹാർവെസ്റ്റിനെ കുറിച്ചും കൂടി ഒന്ന് തൊടണമെന്നുള്ളതിനാലാണ് ഇങ്ങനെ നിൽക്കുന്നത്. 23-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം കൂടി ഒന്ന് വായിച്ചാട്ടെ. രാത്രിയിൽ കർത്താവ് അവൻ്റെ അടുക്കൽ വന്ന്, എനിക്കറിയാം എന്താ എഴുതിയിരിക്കുന്നെന്ന്. വന്ന് പറഞ്ഞു, ധൈര്യമായിരിക്കപ്പോൾ നീ ജെറുസലേമിൽ സാക്ഷീകരിച്ചതുപോലെ നീ റോമയിലും. ഒന്ന് കരമുയർത്തി ഒന്നും കൂടി ഒന്ന് സ്തോത്രം ചെയ്തേ. ഒന്ന് ശക്തമായിട്ടൊന്ന് കരമുയർത്തി സ്തോത്രം ചെയ്തേ. ഒന്നും കൂടി ഒന്ന് കരമുയർത്തി സ്തോത്രം ചെയ്തേ. ഞാൻ അടുത്തത് പറയാൻ പോകുമ്പോൾ നിങ്ങൾ കേൾക്കും പറയും, എന്തിനാ സ്തോത്രം ചെയ്യിച്ചെന്ന്. ഒന്നും കൂടി ഒന്ന് സ്തോത്രം ചെയ്തേ. ഒന്ന് ആത്മാവിൽ സ്തോത്രം ചെയ്തേ. കർത്താവിൻ്റെ സന്നിധിയിൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് ഒരു പ്രതിഫലം നൽകുന്നുമെന്നും ഉറപ്പുള്ളവർ ഒരിക്കൽ കൂടി ഒന്ന് കരമുയർത്തി സ്തോത്രം ചെയ്തേ. മനസ്സിൽ നിശ്ചയിച്ചതിന് ശേഷം അവിടെ എത്തപ്പെട്ടത് ആത്മക്കണ്ണുകളിൽ കണ്ടിട്ട് അവിടെ നിന്ന് റോമയിലേക്ക് പോകുമെന്ന് സാധ്യതകളില്ലാത്തവിടത്ത് പ്രഖ്യാപിച്ച വിഷയത്തിൻ്റെ മേൽ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന് പോളിനോട് പറയുക, നിന്റെ ആഗ്രഹത്തെ സഫലമാക്കുവാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്. അങ്ങനെയാണെങ്കിൽ കേട്ടിരിക്കുന്ന ദൈവിക ആലോചനകളുടെ മുമ്പിൽ ഇന്ന് പറ, കർത്താവ് എന്നെ കേൾപ്പിച്ചിരിക്കുന്ന എത്ര വലുതോ ചെറുതോ ആയ ആലോചനകളെ നടപ്പിലാക്കുന്ന, നിവർത്തീകരിക്കുന്ന ഒരു ദൈവസാന്നിധ്യമാണ് നമ്മൾ അനുഭവിക്കുന്നത്. പോൾ ആഗ്രഹിച്ചത് പറഞ്ഞില്ല. സ്തോത്രം! ആഗ്രഹിച്ചത് പറഞ്ഞില്ല. ആഗ്രഹിച്ചത് നടക്കാൻ നിൽക്കെ തന്നെ ആഗ്രഹിച്ചവിടത്ത് എത്തിയവിടത്ത് കണ്ടിട്ട് അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു. എന്നിട്ട് ഇത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും സാധ്യത എന്താ? ജെറുസലേമിലെത്തി. പോളിൻ്റെ ആഗ്രഹത്തെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ തമ്പുരാൻ ഇനിയൊന്ന് വായിച്ചത്. രാത്രിയിൽ കർത്താവ് അവൻ്റെ അടുക്കൽ നിന്ന്, അടുത്തങ്ങ് വന്നങ്ങ് നിന്നു. ഒന്ന് സ്തോത്രം പറഞ്ഞേ. അടുത്ത് കർത്താവ് അങ്ങ്, അതായത്
ഇതിന് സാഹചര്യങ്ങളും സാധ്യതകളും ഇല്ലെന്നേ. നിങ്ങളിതിൻ്റെ ആ പുറകിൽ നടന്ന സംഭവങ്ങൾ അറിഞ്ഞാൽ അറിയാം, ഒരു സാധ്യതയില്ല. പക്ഷെങ്കിൽ അവിടെ എത്തപ്പെട്ട് പോൾ ഇങ്ങനെ ഒന്ന് വേവലാതിയോടുകൂടെ നിൽക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അടുത്തങ്ങ് ചെന്നങ്ങ് നിന്നു. നമ്മുടെ കർത്താവായ യേശു കർത്താവ് പോളിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറയാ, നീ ഒരാഗ്രഹം അവിടെ പറഞ്ഞില്ലേ. ഇത് എവിടെയാ പറഞ്ഞിരിക്കുന്നതെന്നറിയോ? എഫോസോസിൽ നടന്ന കലഹങ്ങൾക്ക് ശേഷമെന്ന അതിന് ശേഷമെന്ന് പറയുമ്പോൾ ഈ മാർഗത്തെ ചൊല്ലി 19-ാം അധ്യായത്തിൻ്റെ തുടക്കം ഇങ്ങനെയാണ്. അപ്പല്ലോസ് കൊരിന്ത്യയിൽ ഇരിക്കുമ്പോൾ പൗലോസ് ഉൾനാടുകളിലൂടെ സഞ്ചരിച്ച് എഫെസോസിലെത്തിയതിനു ശേഷം ചില ശിഷ്യന്മാരെ അവിടെ കാണുന്നു. അവരോട് അപ്പോൾ പ്രൈസിലോട് കേട്ടപ്പോൾ മനസ്സിലായി സംഭവങ്ങളൊന്നും വേണ്ട രീതിയിലുള്ള പ്രോപ്പറല്ല. നിങ്ങൾ ആത്മാവിനെ പ്രാപിച്ചവരാണോ? അല്ല എന്ന് പറയുന്നു. നിങ്ങൾ ഏതിനാൽ സ്നാനപ്പെട്ടു? ഞങ്ങൾ യോഹന്നാന്റെ സ്നാനം, മാനസാന്തര സ്നാനം. എന്നാൽ ഞാൻ നിങ്ങളെ സ്നാനപ്പെടുത്തുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ സ്നാനം കഴിപ്പിക്കുന്നു. ഇന്നു മുതൽ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ് ആത്മാവിനെ പ്രാപിച്ചോ എന്ന് ചോദിച്ചാൽ ആത്മാവിനെ പ്രാപിച്ചു എന്ന് പറയണമെന്ന് പറഞ്ഞതിന് ശേഷം പൗലോസ് അവിടെ നിന്ന് പോരാൻ ആഗ്രഹിച്ചപ്പോൾ അവിടെ ഇരുന്ന് അവരെ കുറച്ചു കാലം കൂടി വേദപാഠനം പഠിപ്പിച്ചു. പിന്നെ 2 വർഷത്തിനധികമായി അവിടെ പഠിപ്പിച്ചു. അവിടെ എഴുതിയിരിക്കുകയാണ്, ആ സമയങ്ങളിലാണ് പൗലോസിന്റെ മേൽ നിന്ന് അസാധാരണമായി വീര്യപ്രവൃത്തികൾ നടക്കപ്പെടുന്നു. റുമാലും ഉത്തിരിയവും കൊണ്ട് ഇടുന്നു, അവിടെയും സൗഖ്യം നടക്കുന്നു. ശുദ്രം പ്രവർത്തിച്ച് നടന്നുകൊണ്ടിരുന്ന മഹാപുരോഹിതനായ സ്കേവയുടെ മക്കൾ ഈ നാമത്തെ ചൊല്ലി തന്നെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു. സ്കേവയുടെ മക്കളെ ഉടുതുണിയില്ലാതെ ഓടിച്ചു. മന്ത്രവാദികൾ തങ്ങളുടെ മന്ത്രവസ്തുക്കളെല്ലാം വിറ്റ് അപ്പോസ്തലനായ പോളിൻ്റെ കാൽക്കീൽ കീഴിൽ കൊണ്ട് വെച്ച്, അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന 50,000 ഏതാണ്ട് ഒരു ഫിഗറൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ അർത്തമീസ് ദേവിയുടെ ശക്തിയെ പോള് തകർത്ത് കഴിഞ്ഞപ്പോൾ പറയുകയാണ്, ഇതിന് ശേഷം പോളൊന്ന് ആഗ്രഹിച്ചു ഒന്ന് ജെറുസലേമിൽ പോകണമെന്ന്. നമ്മൾ ചിന്തിച്ച് നോക്കി, ഒരു വലിയ റിവൈവ് നടത്തിയത് അല്ലേ? അർത്തമീസിനെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്, വായിക്കണ്ട. എഫെസോസിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രതാപമാണ് അർത്തമീസ്. ഇതിൻ്റെ ശക്തിയെ ഈ എഫെസോസിൽ 3 വർഷം, മൊത്തത്തിൽ 3.5 വർഷത്തോളം പാർത്തുന്ന ഈ 2.5 വർഷവും 2 മാസവുമായിട്ടൊക്കെ പാർത്ത് ഇതിൻ്റെ ശക്തിയെ ക്ഷയിപ്പിച്ചിട്ട് അവിടെ പറയുകയാണ്, ജീവനുള്ള ഒരു ദൈവമുണ്ടെന്നേ. അർത്തമീസിനെ ആരാധിക്കാൻ വന്നവർ നോക്കിയപ്പോൾ പോളിൻ്റെ മേൽ നിന്ന് അസാധാരണമായ ദൈവശക്തി വ്യാപരിക്കുന്നു. അടുക്കാൻ പറ്റാതെ വന്നപ്പോൾ ഉത്തിരിയങ്ങളും ഇതുമൊക്കെ കൊടുത്തു വിടുകയാണ്. ഇതൊക്കെ കൊണ്ട് ഇട്ടവരെല്ലാം അർത്തമീസിൻ്റെ കയ്യിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ വന്ന ജനം മുഴുവന് പോളിൻ്റെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപയും ദൈവശക്തിയും കണ്ട് ആ ദൈവകൃപയിലേക്ക് വന്നപ്പോൾ അവിടെ അന്യാരാധനയുടെ ഉറവിടം അല്ലെങ്കിൽ വലിയൊരു പുരോഹിതനായ ജെറുസലേം ദേവാലയത്തിലെ പുരോഹിതനായിരിക്കുന്ന സ്കേവയുടെ തന്നെ പറയാം, അങ്ങനെ മഹാപുരോഹിതനായിരിക്കുന്ന മക്കളൊക്കെ ദുർമന്ത്രവാദികളുടെ കൂട്ടത്തിൽ പോയിരിക്കുക. കാര്യം എന്താണെന്നറിയാവോ? ഈ ചലനത്തിൻ്റെ കൂടെ നടക്കുന്നതാണ് നന്നെന്ന് അവർക്കും തോന്നി. ഏതിൻ്റെയാ? ഈ അർത്തമീസിൻ്റെ കൂടെ. അപ്പോൾ അവരുടെ ശിഷ്യഗണങ്ങളാണ് ഇവരെല്ലാം. അതിൽ ശുശ്രൂഷിച്ചു, അതിൽ മന്ത്രവാദം ചെയ്തും കൊണ്ടിരുന്ന പെട്ടെന്ന് ഇവർക്കൊരു ബോധ്യം ഉണ്ടായി, എന്നാൽ പിന്നെ യേശുവിൻ്റെ നാമത്തിലോട്ട് അങ്ങ് മടങ്ങി വന്നേക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇവരെ ഓടിച്ചു. അവിടെ ചോദിക്കുന്നുണ്ട്, പോളിനെ എനിക്കറിയാം, യേശുവിനെ എനിക്കറിയാം, നീ ആരാടാന്ന് ചോദിക്കുന്നല്ലേ. എന്നിട്ട് അവരുടെ വസ്ത്രങ്ങളെല്ലാം വലിച്ചെറി. ഇങ്ങനെ ഈ മാർഗത്തെ ചൊല്ലി വലിയ തർക്കങ്ങളും കലഹങ്ങളും നിൽക്കുമ്പോൾ പോൾ ഒരാഗ്രഹം മനസ്സിൽ നിശ്ചയിച്ചു. സത്യത്തിൽ എനിക്ക് 2 അത്ഭുതങ്ങളുണ്ട് ബൈബിൾ ഇതുപോലെ. ഒന്ന്, ഷണ്ണൻ പീലിപ്പോസിൻ്റെ സ്നാനത്തിന് ശേഷം പീലിപ്പോസിനെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു ഭാഗമുണ്ട്. അല്ലെങ്കിൽ അതിന് മുമ്പിൽ ശമരിയയിൽ വലിയ ഉണർവ് നടക്കുമ്പോൾ, ശമരിയയിൽ വലിയ നിലകളിലുള്ള ഉണർവ് നടക്കുമ്പോൾ, ക്രോസ് കൾച്ചറൽ മിനിസ്ട്രീസ് നടക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ വന്ന് പീലിപ്പോസിനോട് പറയാം, നീ നിർജ്ജന പ്രദേശത്തേക്ക് പോകുവാൻ. എ മാൻ കൺട്രോൾഡ് വിത്ത് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനാൽ ഒരു വ്യക്തി നിയന്ത്രിതനാകുകയാണ്. അവൻ്റെ ഇഷ്ടം. ഞാനാണ് പോകത്തില്ല. കാര്യം ശമരിയ പട്ടണത്തെ മുഴുവൻ വലിയ ഉണർവാണ്. രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോഴേ നമുക്കറിയാം, വലിയ വലിയ പാസ്റ്റേഴ്സിൻ്റെയൊക്കെ വീട്ട് വാതിക്ക് രാവിലെ ആൾക്കാർ വരും. കൃപാവരക്കാരൊക്കെ ആണെങ്കിൽ അവരുടെ വീടിൻ്റെ വാതിക്ക് രാവിലെ വന്നിരിക്കുക, പക്ഷെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാം. അപ്പോൾ ഈ ശമരിയ പട്ടണം ഇളകി നിൽക്കുക. അപ്പം പറയുകയാണ്, നീ നിർജ്ജന പ്രദേശത്തേക്ക് പോകാൻ. സ്തോത്രം. ഇതുപോലെ തന്നെ അർത്തമീസ് ദേവിയുടെ ശക്തിയെ ക്ഷയിച്ചപ്പോൾ പോളിൻ്റെ മേൽ ദൈവാത്മാവ് മനസ്സിലൊരു നിശ്ചയം കൊടുത്ത്, നീ ജെറുസലേമിൽ നിന്ന് പോകേണ്ട വഴി ഞാൻ ഇത്തവണ പറയാം. കാര്യം എന്നാണെന്നറിയോ? 16-ാം അധ്യായത്തിൽ പോള് 16-ന്റെ അധ്യായത്തിന് തുടക്കത്തിൽ എങ്ങനെ അവന് 2-3 വഴികളിലൊക്കെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത്തവണ പോളിനോട് നിശ്ചയം കൊടുക്കുക, നീ പോകേണ്ട റൂട്ടുകൾ ഞാൻ പറഞ്ഞുതരാം. ദൈവാത്മാവ് പറഞ്ഞു. അവിടെ നിന്ന് പോള്
റോമയിൽ പോകണമെന്ന് ആഗ്രഹിച്ച് ജെറുസലേമിൽ എത്തി നിൽക്കും പറയുകയാണ്, നീ ജെറുസലേമിൽ സാക്ഷീകരിച്ചതുപോലെ നീ റോമയിലും എത്തും. ഒന്നും കൂടെ വായിക്കാം, അടുത്തൊരു വാക്യം കൂടെ. അല്ലല്ല വായിച്ചോ. മതി. 28:14. ആ 28:14 വായിക്കുന്നേ. അവിടെ എവിടെയാണെന്ന് എഴുതിയിട്ടില്ലേ? അവൻ റോമയിലെത്തി. അവിടെ സഹോദരന്മാരെ കണ്ട്. ഏതാണ്? റോമയിലെത്തി. റോമയിലെത്തി അവിടെ സഹോദരങ്ങളെ കാണുകയാണ്. ഒന്നാമത്തേത്, ഒരു വലിയ കലഹം നിൽക്കുകയാണ് എഫെസോസിൽ. നമ്മുടെ ഭാഷയിൽ, ഇപ്പോഴത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ മുങ്ങിയെന്നൊക്കെ പറയാം. മുങ്ങുകയല്ല, അദ്ദേഹം പൊങ്ങി യാത്ര ചെയ്യുകയാണ്. അവിടെ നിന്ന് മനസ്സിൽ നിശ്ചയിച്ചു, പിന്നെ റോമയിൽ പോകണമെന്നുള്ള ആഗ്രഹം അങ്ങ് പ്രഖ്യാപിച്ചു. സ്തോത്രം. പ്രഖ്യാപനത്തെ ദൈവത്തിൻ്റെ കരം വെച്ചു. ദൈവം പറയുകയാണ്, നീ റോമയിലെത്തും. ലാസ്റ്റ് വായിച്ചത് റോമയിലെത്തിയെന്ന്. പക്ഷെങ്കിൽ ഈ ദൈവപുരുഷന് അതായത് തൻ്റെ ഉത്തിരിയവും റുമാലും കൊണ്ടയിട്ടാൽ സൗഖ്യം നടത്തുന്ന, അല്ലെങ്കിൽ യുത്തിക്കോസിനെ പോലെയുള്ള ഒരു വ്യക്തിയൊക്കെ ഉയർപ്പിച്ച ഈ പോളിന് ഈ എഫെസോസിൽ നിന്ന് റോമിലെത്തുവാൻ ഒത്തിരി വില മുടക്കേണ്ടി വന്നു. വായിച്ചത് 3 വാക്യങ്ങളാണ്. പോകുമെന്ന് ഞാൻ പറഞ്ഞു, കർത്താവിൻ്റെ സാന്നിധ്യം അടുത്തു വന്ന് പറഞ്ഞു, റോമിൽ എത്തി. പക്ഷെങ്കിൽ ഇത്രയും ശക്തമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഈ ദൈവവൃത്യന് റോമയിലെത്താൻ എടുത്ത സമയം എന്ന് പറയുന്നതും അതിനുവേണ്ടി മുടക്കേണ്ടി വന്ന വിലയും വലുതാണ്. 2007 എൻ്റെ ഓർമ്മ. ചർച്ച് ഓഫ് ഗോഡിൻ്റെ കൺവെൻഷന് കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവൃത്തിനെ നമ്മളിവിടെ കൊണ്ടുവരാനിടയായി. 2007 8 നമ്മുടെ ഈ മാഞ്ചസ്റ്ററിലെ മഹനീയം സഭയ്ക്ക് അന്ന് വലിയ ഒരു പീഡയുണ്ടായി. ആ പീഡയൊക്കെ ഉണ്ടായി സഭ കഷണങ്ങളായി മുറിക്കപ്പെട്ടു. 3 ദൈവവൃത്തന്മാർ കിട്ടിയ പോർഷനുമായിട്ട് അവരവരുടെ സഭായോഗങ്ങളൊക്കെ ആരംഭിച്ചപ്പോൾ ചർച്ച് ഓഫ് ഗോഡിന് 1-2 കുടുംബങ്ങളെ ലഭ്യമായുള്ളൂ. നമ്മുടെ സമ്പത്തുകളെല്ലാം കോടതി കണ്ടുകെട്ടി. കോടതി അതിനെ ഫ്രീസ് ചെയ്തു. ഏകദേശം അന്നത്തെ കാലത്ത് 14,000 പൗണ്ട് നമ്മുടെ ബാങ്കിലുണ്ടായിരുന്നു. കോർട്ട് അത് ഫ്രീസ് ചെയ്തു. ഫൈനലി നമുക്കൊരല്പം പണം ലഭ്യമാകുവാൻ ഇടയായിത്തീർന്നു. ആ കാലത്ത് ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഒരു കൺവെൻഷൻ മാഞ്ചസ്റ്ററിൽ നടത്താനിടയായി. കൺവെൻഷൻ്റെ കൺവീനറായിരുന്നു ഞാൻ. ആ സമയത്ത് ചലഞ്ചിങ് ആയിരുന്നു മാഞ്ചസ്റ്റർ പട്ടണത്തിൽ ഒരു കൺവെൻഷൻ വെക്കുക. അന്ന് ദൈവവചനത്തിൻ്റെ ദൈവവചനം ദുർബലമായിരുന്നു. ഏലിയുടെ കാലത്തെ പോലെ ഈ ദേശത്ത്. അന്ന് കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട PMG ചർച്ചിൻ്റെ ഒരു സീനിയർ ശുശ്രൂഷകനായിരിക്കുന്ന MA ജോൺ പാസ്റ്ററിനെ ഞങ്ങൾ കൊണ്ടുവരാനിടയായി. ആ MA ജോൺ പാസ്റ്റർ ഒരു കോട്ടേജ് മീറ്റിങ്ങിലെടുത്ത ഒരു ബൈബിൾ ക്ലാസ്സാണ് ഞാനിന്ന് പ്രസംഗിക്കുന്നത്. ഇത് പറഞ്ഞതിൻ്റെ സാരം അന്ന് എന്നെ വല്ലാതെ ചലിപ്പിച്ചു. 3 പോയിൻ്റ് അദ്ദേഹം പറഞ്ഞുള്ളൂ. ആഗ്രഹിച്ചു, പറഞ്ഞു, ദൈവം ഉറപ്പ് നൽകി, പിന്നത്തേതിൽ അവൻ റോമയിലെത്തി. അതിനെ പിന്നെ പാരഫ്രൈസ് ചെയ്ത് ഒത്തിരി സമയങ്ങളൊക്കെ ഇരുന്നൊക്കെയാണ് ഈ മെസ്സേജായിട്ട് ഇതിനെ ഒന്ന് രൂപകൽപ്പന ചെയ്ത്. ഇതെന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഈ മെസ്സേജിൻ്റെ അതിൻ്റെ കേർട്ടസി അനുഗ്രഹിക്കപ്പെട്ട ദൈവവൃത്തിന. നിങ്ങൾ പറ്റുമെങ്കിൽ ഇപ്പം പ്രായമൊക്കെ ആയി ആ ദൈവത്തിൻ്റെ മെസ്സേജൊക്കെ കേൾക്കുന്നത് വചനത്തിൽ ഉറപ്പാൻ നിങ്ങൾക്കിടയായിത്തീരും. ഞാൻ പിന്നത്തേതിൽ തന്നെ ഇതേ ആസ്പെക്റ്റിൽ നിന്ന് കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട പല ദൈവവൃത്തന്മാരും പ്രസംഗിക്കുന്നത് ഞാനും കേട്ടിട്ടുണ്ട്. കാര്യം ഈ ദൈവവൃത്തിൻ്റെ ക്ലാസ് ആണെന്ന് ഇത് കേൾക്കുമ്പോഴേ എനിക്കറിയാം ഇത് ഇദ്ദേഹത്തിൻ്റെ ക്ലാസ് ആണല്ലോ. അപ്പോൾ അവർ തമ്മിലുള്ള കണക്ഷൻസൊക്കെ ഞാൻ നോക്കുമ്പോൾ അവരൊക്കെ തമ്മിൽ ഉറ്റ സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് ആ കർത്താവിൻ്റെ ദാസനെ ഞാൻ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നമുക്കറിയാം, നമ്മൾ യുണൈറ്റഡ് കിങ്ഡത്തിലേക്ക് വരുവാൻ ആഗ്രഹിച്ചു.
ഇപ്പം ആഗ്രഹം നമ്മൾ പലരോടും പറഞ്ഞില്ല. പറഞ്ഞോ സാമേ? ഇല്ല, പറയത്തില്ല. കാര്യം കേസ് കൊടുക്കുന്നുണ്ട്, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല. സത്യ, എൻ്റെ അപ്പം പോലീസിലായിട്ട് എന്നോട് പറയും, എനിക്കാണെങ്കിൽ കേൾപ്പാൻ താമസ, പറവാൻ വേഗതയാണ്. പ്ലാസ്റ്റർ ഒട്ടിച്ച് നടക്കുമായിരുന്നു, എന്നെ മുറിക്കകത്തൊക്കെ പൂട്ടിയിട്ടു. സ്തോത്രം. പറഞ്ഞതെന്നു വെച്ചാൽ, പറഞ്ഞാൽ എന്തെങ്കിലും ഊരാക്കുടുക്കിൽ നമ്മളെ കൊണ്ട് പെടുത്തും. അപ്പം ദർശനങ്ങൾ അതുകൊണ്ട് എല്ലാവരോടും ഷെയർ ചെയ്യാറില്ല, ദർശനങ്ങൾ പറയാറില്ല. പൊതുവെ ദർശനം ഒറ്റ ഒരു ദർശനമായിരിക്കണമേ. സഭയ്ക്ക് ദർശനങ്ങൾ 10,000 പേരുള്ള സഭയാകട്ടെ, 1,00,000 പേരുള്ള സഭയാകട്ടെ, 1 കോടി 100,000 അങ്ങനെയൊക്കെ പറഞ്ഞ് ശരിയാണ്, 1 lakh ആവുന്നുള്ളേ. അതിൻ്റെ ഒരു കോടി എന്ന് പറയാം. 1 കോടിയുള്ള ജനമാണേലും ഒരൊറ്റ ദർശനമേ ഒരു സഭയ്ക്കാകാവുള്ളൂ. 1 കോടി ദർശനം വന്നാൽ സഭ 1 കോടി സഭയായി തീരുവത്. അപ്പോൾ ദർശനത്തോട് ചേർന്ന് നിൽക്കുക. ഒരു പാസ്റ്ററും ഒരു മൂവ്മെൻ്റുള്ള, പരിശുദ്ധാത്മാവിനാൽ മൂവ്മെൻ്റുള്ള സഭകളിൽ ദർശനങ്ങളെല്ലാം വിളിച്ചു പറയത്തില്ല. ദർശനത്തിൻ്റെ നെക്സ്റ്റ് റലം പറയും, ഏതാ, ഞാൻ റോമയിൽ പോകും. ഇതൊക്കെ പറഞ്ഞേക്കും. അപ്പം നമ്മളും പറയാറില്ലേ, ബിൽഡിങ് മേടിച്ചിട്ട് അതിൻ്റെ മേളത്തെ കാര്യങ്ങളെല്ലാം ഇങ്ങനെയൊക്കെയാണ്, ലൈറ്റിങ് ഇങ്ങനെയാണ്, ലൈനാരെ സ്പീക്കർ ഇങ്ങനെയാണെന്നൊക്കെ പറയും. എങ്ങനെയൊക്കെ മേടിക്കാൻ പോകണമെന്ന് വല്ല അറിയാവോ? സ്തോത്രം. ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ യുണൈറ്റഡ് കിങ്ഡത്തിൽ വരാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ചു, പലരോടും പറഞ്ഞില്ല അല്ലേ? പക്ഷെങ്കിൽ നമ്മൾ എത്തപ്പെട്ട നിങ്ങൾ ഈസി ടാസ്കിലൂടെ വന്നവരാരും തന്നെ ഉണ്ടില്ല. അതിനിടയിൽ പല ദുർഘടങ്ങളുണ്ടായിട്ടുണ്ട്, പല മത്സരങ്ങളുണ്ടായിട്ടുണ്ട്, പല പരീക്ഷകളുണ്ടായിട്ടുണ്ട്, പല വേവലാതികളും ആവലാതികളും വലിയ അല്ലെങ്കിൽ നിരുത്സാഹത്തിൻ്റെ വാക്കുകളുമൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണമേ, നിങ്ങൾ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നറിയോ? ഒരു ദർശനം, ഒരു ദൂത് കേട്ട് കഴിയുമ്പോൾ ഈ ദൂതിൻ്റെ പ്രത്യേകത, ദൂത് വളരെ ശ്രദ്ധിച്ചിരിക്കണമേ, ഞാൻ പറഞ്ഞങ്ങ് വിടുക. ദൂതിൻ്റെ പ്രത്യേകത, കേൾക്കുന്ന ദൂത് നടപ്പിലാക്കാൻ ദൂതിന് തന്നെ ശക്തിയുണ്ട്. അതൊന്ന് സ്തോത്രം പറയാമോ? ഒരിക്കൽ കൂടി പറയാം. കേൾക്കുന്ന ദൂതിന് അത് നടപ്പിലാക്കാനുള്ള ശക്തിയോട് കൂടിയ ഒരു ആറ്റം ബോംബ. തകർക്കേണ്ടതിനെ തകർത്ത്, യാക്കോബേ ഞാൻ നിന്നെ മെതുവണ്ടി ആക്കുന്നു എന്നാണ് പറയുന്നത് അല്ലേ? അപ്പം തകർക്കേണ്ടതിനെ തകർത്ത്, ജോസഫ് ഫലഭൂഷ്ടമായ ഒരു പടർന്നു കയറുന്നവനാ അല്ലേ? മതിലിന്മേൽ പടരുന്ന ജോസഫ്. അപ്പം പടരും, പക്ഷെങ്കിൽ അതിനിടയിൽ പൊട്ടക്കിണറുണ്ട്. അപ്പം നമ്മൾ കാണണമേ, ദൂതിന് നടപ്പിലാക്കാനുള്ള ശക്തി ദൂതിൽ അടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദൂത് എന്തെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാകുമെന്ന് വിശ്വസിക്കുന്നവർ, എനിക്കറിയാം ഒരു സാധാരണ മൂവ്മെൻ്റ് ചർച്ച ഇപ്പം നടക്കുന്നത്. എന്നാലും നിങ്ങളൊന്ന് പ്രതികരിച്ചിട്ട് പറ, ഞാനതിനെ വിശ്വസിക്കുന്നു. ഒന്ന് കാര്യം തട്ടി. ഒന്നുകൂടെ പറയാം. ഒരു ദൂത് കേൾക്കുമ്പോൾ പറയപ്പെടുന്ന വ്യക്തികൾക്ക് ഒരിക്കലും ആ ദൂതിനെ നടപ്പിലാക്കാൻ കഴിവില്ല. പക്ഷെ പുറത്തേക്ക് വരുന്ന ദൂതിൽ തന്നെ ആ ദൂതിനെ നടപ്പിലാക്കാനുള്ള ഒരു ഹൈ ഹോളി പവറുണ്ട്. അത് വിശ്വസിക്കുന്നവർ, എന്നോട് കേട്ടിരിക്കുന്ന ദൂതുകളെ നടപ്പിലാക്കുവാൻ ഞാൻ കേട്ടിരിക്കുന്ന ദൂതിന് ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നവർ അതിനെ ആമേൻ പറഞ്ഞിട്ടൊന്ന് കരം തട്ടിക്കുകയും. സ്തോത്രം. ദൂതിൻ്റെ പ്രത്യേകത അതാണ്. ദൂത് നടപ്പിലാകും, പക്ഷെങ്കിൽ നടപ്പിലാക്കാതിരിപ്പാൻ ഒത്തിരി ദുരാത്മ മണ്ഡലങ്ങൾ ചലിക്കും. നമുക്കറിയാം, അപ്പോൾ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം പിതാവിൻ്റെ ജീവിതത്തിൽ വന്ന ചെറിയൊരു മിസ്റ്റേക്ക്, ആരാധനയിൽ വന്ന ചെറിയൊരു കൈപ്പിഴ മുഖാന്തരം അവിടെ പറയുന്നു, തൻ്റെ 4ാം തലമുറ വരെ നിങ്ങൾ സേവിക്കാത്ത അന്യനാട്ടിൽ പാർക്കും, പക്ഷെ 4ാം തലമുറയെ വീണ്ടെടുപ്പാൻ ഞാനൊരു വീണ്ടെടുപ്പുകാരനെ അയക്കും. വീണ്ടെടുപ്പുകാരൻ ജനിക്കേണ്ട സമയമായപ്പോൾ മിസ്രൈമിലെ ഫറവോനൊരു ഉത്തരവിട്ടു, ജനിക്കുന്ന ആൺകുട്ടികളെ മുഴുവൻ കൊന്നേക്കാൻ. കാലസമ്പൂർണത എത്തിയെന്ന് സക്രിയാവ് അറിയുന്നില്ല. അഹരോന്യ പ്രകാരം, കൂറിൻ്റെ ക്രമപ്രകാരം ശുശ്രൂഷ ചെയ്യുക. പക്ഷെങ്കിൽ വിദ്വാൻമാർക്കറിയാം, ശാസ്ത്രിമാർക്കറിയാം. ഒന്നുകൂടെ ചേർത്ത് പറയുകയാണെങ്കിൽ, മറ്റ് അങ്ങനെ അന്യാരാധനയിൽ രസിച്ച് പ്രവർത്തിക്കുന്ന മന്ത്രവാദികൾക്കറിയാം കാലസമ്പൂർണതയിലെത്തി. ഒരു ഓർഡർ വന്നു, ജനിക്കുന്ന ആൺകുട്ടികളെ മുഴുവൻ കൊന്നേക്കാൻ. പക്ഷെങ്കിൽ ദൂതുണ്ടോ? ദൂത് മോശയെ തകർക്കത്തില്ല. ദൂതുണ്ടോ? ദൂത് കന്യകയെ ഗർഭം ധരിപ്പിച്ച് യേശുവിനെ പുറത്തു കൊണ്ടുവരും. അങ്ങനെയാണെങ്കിൽ സാഹചര്യങ്ങളൊന്നും ഇവിടെ പ്രാധാന്യം അർഹിക്കുന്നില്ല. കേട്ട ദൂത് എത്ര പ്രശ്നമുള്ളവിടത്താണേലും സ്വർഗത്തിലെ ദൈവം അത് ചലിപ്പിച്ചിരിക്കും. അത്
ഈ പ്രവാചകനോട് ചോദിക്കുകയാണ്, പറയും, ഞാൻ ദർശന താഴ്വരയിൽ കേട്ടത് കാണാൻ ആഗ്രഹിച്ചത് അല്പം ഡ്രൈബോൺസ് അല്ല, ഡ്രൈബോൺസേ അല്ല, അല്പം ബോഡിയുള്ള അല്ലെങ്കിൽ മാംസമുള്ള ഫ്ലഷുള്ള ഡെഡ് ബോഡി ആണെങ്കിൽ ഞാൻ വിശ്വസിച്ചാനെ. പക്ഷെങ്കിൽ പ്രവാചകനോട് ദൈവം പറയുകയാണ്, നീ കൽപ്പിക്കേ, നീ പ്രവചിക്കേ, ഇതൊരു സൈന്യമായിട്ട് എഴുന്നേൽക്കും. അങ്ങനെയാണെങ്കിൽ പറയണം, സാധ്യതകൾ എത്ര പഴക്കമുള്ളതാണെങ്കിലും ഞാൻ ഒന്ന് വിശ്വസിക്കുന്നു, കേട്ട ദൂതിനെ അതിനെ പ്രവർത്തിക മണ്ഡലത്തിൽ കൊണ്ടുവരുവാൻ ഇന്ന് പകലിലും എൻ്റെ ദൈവത്തിന് സാധിക്കും. സ്തോത്രം. പക്ഷെങ്കിൽ ദൂതിനെ തേട്ടും. ഇനി അടുത്തോടെ പറയാം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേട്ടെ. അബ്രഹാമിനോട് ഇടപെട്ടത് അബ്രഹാമും ദൈവവും മാത്രം നിരിക്കെയുള്ള ഒരു കോൺവെർസേഷനാണ്. എന്നാണെന്നറിയോ? പക്ഷികളെ പിളർന്നില്ല, അതിനോടുള്ള ബന്ധത്തിലാണ് സംഭവിക്കുന്നത്. 2 മിസ്റ്റേക്കാണ് കാണിച്ചത്. സമയമില്ല, അതുകൊണ്ട് തൊട്ട് പോകാമായിരുന്നു. പോട്ടെ. അപ്പോൾ ഇതിനോടുള്ള ബന്ധത്തിലാണ് നിന്റെ തലമുറ മിസ്രൈമിൽ പോവും. ഇത് ഇവർ രണ്ടുപേരെ കേട്ടുള്ളൂ, അല്ലേ? ഇത് ഇവർ രണ്ടുപേരെ കേട്ടുള്ളൂ. നിങ്ങൾ എപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് ഇവർ രണ്ടുപേരും കേട്ടിട്ടുള്ളൂ. പക്ഷെങ്കിൽ ഇതിനെ വെട്ടാൻ അനേക വാളുകൾ എഴുന്നേറ്റു. ഇതിനെ വെട്ടാൻ അനേക വാളുകൾ എഴുന്നേറ്റു. ദൂതിനെ വെട്ടാൻ നരകശക്തികൾ ചലിക്കും. ഒരു ദൂത് കേട്ടാൽ കേൾക്കുമ്പോൾ തന്നെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയിരുന്ന് പറയണം, ഇതിനെ വെട്ടാൻ നിൽക്കുന്ന സകല അന്യാരാധനയുടെ ശക്തികളെയും, എൻ്റെ ഉയർച്ചയ്ക്കും എൻ്റെ തഴയ്ക്കലിനും എതിരായിട്ടുള്ള വരാൻ സാധ്യതയുള്ള എല്ലാ ശക്തികളെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു. അപ്പം നമ്മൾ പറയുമ്പോൾ നമ്മൾ പറഞ്ഞാൽ അങ്ങനെ നടക്കുമോ? നമ്മൾ പറഞ്ഞാൽ മതിയെന്നേ. നടപ്പിലാക്കാൻ യേശുവിൻ്റെ നാമം എടുത്തിരിക്കുന്നത്. നമ്മൾ നടപ്പിലാക്കുമെന്നല്ല, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസറേയനായ യേശുവിൻ്റെ നാമത്തിൽ ഈ ഞാൻ കേട്ടിരിക്കുന്ന ദൂതുകളെ എൻ്റെ ജീവിതത്തിൽ നടപ്പിലാക്കാതിരിപ്പാൻ ഏതൊക്കെ ഏരിയകളിൽ നിന്ന് ദുരാത്മമണ്ഡലത്തിൻ്റെ ശക്തികൾ ഏതൊക്കെ പ്ലാനുകളുമായിട്ട് വന്നാലും അതിനെ എല്ലാം ചെയ്യിപ്പാൻ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അതിനെ ശാസിക്കുന്നു എന്ന് പറയണം. നമുക്ക് പറയാൻ പേടിയാ, നമുക്ക് പറയാനും പ്രഖ്യാപിക്കാനും പേടിയാ. എന്നാന്നറിയോ? എടാ, നമ്മളെ ആരും തൂക്കിക്കൊല്ലത്തൊന്നുമില്ല. നമ്മളങ്ങോട്ട് പ്രഖ്യാപിക്കണമേ. പ്രഖ്യാപിച്ച് നമ്മൾ മുമ്പോട്ട് കാല് വെക്കണം. ഞാൻ അതിലേക്ക് വേഗത്തിൽ വരട്ടെ. ഒന്നാമത്തേത് വായിക്കാം. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകത്തിന്റെ 23-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം കേൾക്കണമേ. നമ്മുടെ പോള് മനസ്സിൽ നിന്ന് നിശ്ചയിച്ചു, ഒരാഗ്രഹം ഹൃദയത്തിൽ വെച്ചു, എന്നിട്ട് റോമേ പോകണമെന്നൊന്ന് പറഞ്ഞു. കേൾക്കണമേ, അതുവരെ ഒരു കുഴപ്പമില്ലായിരുന്ന പാർട്ടികൾക്ക് ജീവൻ വെച്ചു. വായിച്ചോ. നേരം വെളുത്തപ്പോൾ പൗലോസിനെ കൊന്നു കളയുവോളം. കേൾക്കണമേ, നിങ്ങൾ ചിന്തിക്കണമേ. നിങ്ങൾക്ക് ഇതിൻ്റെ ഇത് മനസ്സിലായോ? എഫെസോസിൽ വെച്ച് ഒരു പ്രഖ്യാപനം പ്രഖ്യാപിച്ചിരിക്കുന്ന പോള് ജെറുസലേമിൽ എത്തപ്പെട്ടതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാരെല്ലാം കൂടി ഒരു കൂട്ട ശപഥം അങ്ങോട്ട് എടുത്തു. ഒരു പരിപാടി, ഒരു ഓൾ സ്പിരിറ്റിൻ്റെ ഒരു ഉപവാസ പ്രഖ്യാപനം. എന്നാ, ഇവനെ കൊല്ലാതെ എന്തൊരു വിഷം! നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? തിന്നുകയോ? നമ്മളങ്ങനെ ഉപവസിക്കത്തില്ല, നമ്മൾ വെള്ളമെങ്കിലും കുടിക്കും, അല്ലേ? നിങ്ങൾ അതിൻ്റെ ആ ഗൗരവം മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞതാണ്, ഒരു ദൂതിനെ വെട്ടാൻ വേണ്ടി ഇറങ്ങുന്ന ശക്തികൾ നമ്മുടെ സൂത്രത്തിലുള്ള സ്തോത്രവും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നുള്ള ആമേൻ, ആ പുള്ളി അവിടെ നിന്ന് പാടുന്നു നോക്കുമ്പോഴത്തേന് ഞാനും പ്രസംഗിക്കുമ്പോഴോ അദ്ദേഹം പാടുമ്പോഴോ മറ്റുള്ളവർ പാടുമ്പോഴോ ഒന്നും ഞങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഞങ്ങളുടെ കണ്ണങ്ങോട്ട് വരുമ്പോൾ കരമടിക്കുകയും അതിലൊന്നും ഒരു കാര്യമില്ല. കാണേണ്ടവൻ കണ്ടോ? കാണേണ്ടവൻ കാണുന്നുണ്ടോ? ഒരു വ്യക്തിയും കാണേണ്ടെന്നേ, കാണട്ടെ ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. ഒന്നും കൂടെ ഒന്ന് കരമുയർത്തി സ്തോത്രം. നമ്മൾ യേശുവിനെ പ്ലീസ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ഐ ആം ഹിയർ, ഐ ആം പ്രസന്റ് ലോർഡ്. ഐ ആം ഹിയർ, ഐ ആം പ്രസന്റ് ലോർഡ്. ഐ ആം ഹിയർ ടു വർഷിപ്പ് യു ലോർഡ്.
ഞാൻ ജീവനോടെ ഇരിക്കുന്നു, ഇന്നും ഞാൻ ജീവിക്കുന്നു. നമ്മുടെ സ്കൂളുകളിലൊക്കെ ഈ അറ്റൻഡൻസ് രജിസ്റ്റർ വായിക്കുമല്ലേ, ബിജു ചെറിയാൻ ഐ ആം പ്രസൻറ്റ് എന്ന് പറയുകയില്ലായിരുന്നോ? നമ്മൾ പറഞ്ഞിട്ടില്ലേ? ഇല്ലേ? ഐ ആം പ്രസൻറ്റ്. അതുപോലെയാണ് ദൈവസാന്നിധ്യത്തിൽ നിൽക്കുന്നു. ഇന്നും ഞാൻ തള്ളപ്പെട്ടിട്ടില്ല, കൈവിടപ്പെട്ടു പോയിട്ടില്ല. ഞാൻ വിശുദ്ധന്മാരുടെ ഗണത്തിലുണ്ട്. ഐ ആം ഹിയർ പ്രസൻറ്റ് ലോഡ്, യുവർ പ്രസൻസിൽ ഞാൻ നിന്നെ മറന്ന് ആരാധിപ്പാൻ. ഐ ആം ഹിയർ ടു വർഷിപ്പ് യു ലോഡ്. ഇതായിരിക്കണമേ നമ്മുടെ ആറ്റിറ്റ്യൂഡ്. സ്തോത്രം. ഹല്ലേലൂയ. ഒന്നും കൂടെ ഒന്ന് കരം ഉയർത്തിക്കേ. എല്ലാവരും ഒന്ന് എക്സസൈസ് ഒക്കെ ചെയ്ത് ഇനി മറ്റേ കാര്യം ആ ബൈബിള് മറ്റേ കാര്യത്തിൽ പിടിച്ച് ഇടത്തെ ഉയർത്തിക്കേ. ഇടത്തെ ഉയർത്തിയൊക്കെ എല്ലാം സംഭവിക്കുമെന്ന് അറിയട്ടെ. രണ്ടുപേരും ഉയർത്തി. ഇത് രണ്ടുപേരും ഉയർത്തിക്കേ. ഇത് അറിയാവുന്നതുകൊണ്ട് ജെഫി രണ്ടുപേരും ഉയർത്തി പിടിച്ചിരിക്കുകയാണ്. പാവം. എടാ മോനെ, നിനക്ക് ഒരു റെലം ഓപ്പൺ ആയിട്ടുണ്ട്. സ്തോത്രം. വലിയ രണ്ടുപേരും ഒന്നുകൂടെ ഒന്ന് ഉയർത്തിക്കേ. പ്ലസി ആ ബൈബിൾ താഴെ വെച്ചിട്ട് ഫ്രീ ഹാൻഡിൽ ഇങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ ഇരിക്കണം. സ്തോത്രം. ഞാൻ പറഞ്ഞത് എന്നാന്ന് ചോദിച്ചാൽ, ദൂത് കേട്ടത് അബ്രഹാം പിതാവാണെങ്കിൽ 4ാം തലമുറ എഴുന്നേൽക്കുമെന്നുള്ളത് മിസ്രൈമിയ ഫറവോൻ അറിഞ്ഞു. ഇവിടെ പറയപ്പെട്ട ദൂതിനെ സ്വന്തം ജനങ്ങളാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. സ്വന്തം ജനങ്ങളാണ് ശബദശക്തി പറഞ്ഞിരിക്കുന്നത് ഇവനെ ഈ ദൂത് നടപ്പിലാക്കാൻ. ഒന്നും കൂടെ വായിച്ച മോനെ. നേരം വെളുത്തപ്പോൾ ചില യഹൂദന്മാർ തമ്മിൽ യോജിക്കുകയാണ്, പൗലോസിനെ കൊന്നു കളയാതെ ഞങ്ങൾ ഇനി തിന്നുകയോ കുടിക്കുകയോ ഇല്ല എന്ന്. അവിടെ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്, ശപഥം ചെയ്തു. ഉയ്യോ, 40 യഹൂദന്മാർ ഒരു പാവം പിടിച്ച പോളിനെ കണ്ടാൽ പോളിനെ കുറിച്ച് വളരെ കൊട്ടയിലിറക്കാൻ പറ്റുന്ന പാകത്തിലുള്ള ഒരു പാവം പിടിച്ച മനുഷ്യനൊന്ന് റോമയ്ക്ക് ഇനി ബേസിക്കലി ഇതിൻ്റെ അടുത്ത ഒരു ഇതങ്ങ് പറഞ്ഞു പോകും. ഈ പുള്ളി റോമയിൽ പോകണം എന്തിനാണെന്നറിയോ? കാരാഗൃഹത്തിൽ കിടക്കാനാ. ഇത് പറഞ്ഞിട്ടില്ല. ഇത് പറയുവാണെങ്കിൽ ഇവന്മാർ വിട്ടാനെ പൊക്കോടാന്ന് പറഞ്ഞേനെ. ഞാൻ റോമയിൽ പോകും. യെരുശലേമിനെയും എഫോസോസിനെയും അന്ത്യോക്യയെയും ഇളക്കിയതുപോലെ റോമയിലും ചെന്ന് ഇളക്കാനാണോ? അല്ലടാ, ഞാൻ പോണത് കാരാഗ്രഹം, അവിടെ കൊണ്ട് എൻ്റെ ലൈഫ് തീരുക. ഇത് അദ്ദേഹം പറഞ്ഞില്ല, ഇത് മനസ്സിൽ വെച്ചു. പക്ഷേ ഈ പുള്ളി വിടാതിരിപ്പാൻ നരകശക്തികൾ ശപഥം ചെയ്തു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളോട് ചെറുപ്പത്തിൽ കേട്ട ദൂതുകളാകാം. ഞാൻ പറഞ്ഞല്ലോ, ദൂത് പറഞ്ഞവർ മരിച്ചിട്ടുണ്ട്. ദൂത് ഇന്ന് നിൽക്കുകയാണ്. ദൂത് പറഞ്ഞവർ മരിച്ചിട്ടുണ്ട്. ദൂത് പറഞ്ഞവർ ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും, ഞാൻ ഒരു ഇതിനെ ഡീപ്രൊമോട്ട് ചെയ്ത് പറയല്ലേ, ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരേക്കാളും ഞാനാണ് ഡാർക്ക് പേഴ്സൺ. ഏതാ? ഇച്ചിരി ഡാർക്കാണ് ഞാൻ. ഡാർക്കാണ്. എനിക്കതിൽ അഭിമാനമുണ്ട്. അപ്പോൾ എൻ്റെ അപ്പനായതു എന്നെ മണ്ടാടുപള്ളിക്ക് അങ്ങ് നേർന്നു. കാര്യം ഇവനവിടെ പോട്ടെ, ഇവനവിടെ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടെ. പക്ഷേ ഒരു പാസ്റ്റർ, ഞാൻ ആ പാസ്റ്ററുടെ പേര് പറയാം, ഏലിയാസ് പി ദാനിയേൽ. വർഷം പറയുകയാണെങ്കിൽ 1986-85 കാലഘട്ടത്തിൽ എന്നെ കേക്ക റോഡിൽ 6-ാം മൈലിൽ നിന്ന് 7-ാം മൈലിലോട്ടുള്ള യാത്ര ഞങ്ങളിങ്ങനെ പോയി. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വലിയൊരു മനുഷ്യനാണ്. കരം എടുത്ത് എൻ്റെ തോളലിട്ടിട്ടു, നിനക്ക് എന്താണ് ആകേണ്ടെന്ന് ചോദിച്ചു. ഞങ്ങളുടെ പപ്പ കൺവെൻഷൻ വെച്ചിരിക്കുക. ഞാൻ പറഞ്ഞു, പപ്പായെ പോലെ ഒരു പോലീസുകാരനാണെന്നൊക്കെയാണ് ആഗ്രഹം. സ്റ്റാർ ഇഷ്ടമാണ് അല്ലേ? ഞാൻ പറഞ്ഞു, ആ സ്റ്റാറും ഇഷ്ടമാണ്, ഈ സ്റ്റാറും ഇഷ്ടമാണ്. എന്നാൽ നീ പോലീസ് ആകത്തില്ലെന്ന്. എനിക്ക് ആ പുള്ളിയെ പിടിച്ചൊരു ഒറ്റ തളാന്ന് തോന്നി. നമ്മൾ പപ്പ പോകുമ്പോൾ ആൾക്കാർ എഴുന്നേക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ? സ്തോത്രം. എന്നോട് പറഞ്ഞു, സത്യം പറയുക, ഞാൻ നീ ഒരു സുവിശേഷകനാവെന്ന് പറഞ്ഞു. എന്നോട് പറയുക, ആ പാസ്റ്റർ പറയുക, ഞാനിങ്ങനെ എന്നോട്, നീ പാസ്റ്റർ ആവൂടാ, നീ സുവിശേഷകനാവൂടാ എന്ന് പറഞ്ഞു. ഞാനതൊക്കെ മറന്നുപോയി. അത് കഴിഞ്ഞ് നമ്മൾ പാസ്റ്ററൊക്കെ ആയപ്പോഴത്തേന് എൻ്റെ അപ്പം വിളിച്ചിട്ട് പറയുക, ഏലിയാസ് പി ദാനിയേൽ പാസ്റ്റർ ഓർമ്മയുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു, ആ പുള്ളിയെ ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു. എല്ലാം എനിക്ക് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു. മറന്നു കടന്നതിനെ ദൈവം ചകഞ്ഞെടുക്കും. നിന്നോട് ദൂത് പറഞ്ഞവരെല്ലാം മരിച്ചു, അല്ലെങ്കിൽ ആ കാലഘട്ടം മാറിയെങ്കിലും ഉണ്ടല്ലോ, ദൂത് നിൽക്കും. ഒന്ന് ആമീൻ പറഞ്ഞേ. ഏതെങ്കിലുമൊക്കെ ദൂത് നടപ്പിലാകാതെ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞേ, ഇത് നടപ്പിലാകുമെന്നേ, നടപ്പിലാകും. അപ്പം ഈ ദൂതിനെ നടപ്പിലാക്കാതിരിപ്പാൻ പോളിനെതിരെ 40 പേര് ശപഥശക്തികൾ ഇറക്കി. അടുത്ത ഒരു ആംഗിൾ ചേർത്ത് പറയാം. എനിക്കറിയാം ഓൺലൈനിൽ പോകാം, എന്നാലും ഞാൻ പറയുകയാണ്. മാഞ്ചസ്റ്റർ മഹനീയം സഭ മുടിഞ്ഞ് തകർന്ന് തരിപ്പണമാകുമെന്ന് സുബുഡ് ഹോളിൻ്റെ മുമ്പിൽ നിന്ന് ഒരാൾ ശപഥം ചെയ്തത് ഈ പാസ്റ്റർക്കറിയാം. ഇതറിഞ്ഞിട്ടാണ് ഞാൻ മാഞ്ചസ്റ്ററിൽ വരുന്നത്. ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. പറഞ്ഞ വ്യക്തിയെ എനിക്കറിയാം. ഇത് തകർന്ന് തരിപ്പണമാകും. ആരാ? യഹൂദൻ തന്നെയാണ്. അത്ര ഞാൻ പറയുന്നുള്ളൂ. ചിലരുടെ ഉള്ളില് ഏത് സഭയും വളരട്ടെ,
പക്ഷെ ഞാൻ ആഗ്രഹിക്കും മഹനീയം അതിൻ്റെ ഒരു മേൽക്കൈയിൽ നിൽക്കണം. കാര്യം നമ്മളായിരിക്കുന്ന സഭയായതുകൊണ്ട് ഏത് കുടുംബവും അനുഗ്രഹിക്കപ്പെട്ടെ, ഏത് മക്കളും ഏത് കുഞ്ഞുങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. പക്ഷെ എൻ്റെ കുഞ്ഞുങ്ങൾ കർത്താവിൽ പ്രസിദ്ധരാകണം. ഇതിൽ നമ്മൾ അല്പം പിടിവാശി വെച്ചോ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം എന്ന് പറഞ്ഞേ. അല്ലെങ്കിൽ ബുദ്ധിമുട്ടായല്ലേ? ബുദ്ധിമുട്ടൊന്നും വേണ്ട, നിങ്ങളാരും പേടിക്കാനുമല്ല പറഞ്ഞത്. ശബ്ദശക്തികൾ ഇറങ്ങുമ്പോൾ ഇതിനെ ജയിച്ച ചില കാര്യങ്ങളുണ്ട്. അത് മാത്രമേ ഇന്ന് പറയാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. വായിക്കാം അടുത്തതും കൂടെ. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 24:12 വായിച്ചേ. ആ ാണ് ഈ 24-22 വായിക്കുന്നത്. അവിടെ ഫെലിക്സ് ഈ കേസ് എടുത്ത് അവൻ അതെടുത്ത് അവധിക്ക് വെക്കുകയാണ്. സ്തോത്രം. ഞാൻ അല്പം നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം. ചില ഓഫറുകളൊക്കെ ജോബ് സെൻറ്ററിൽ നിന്നൊക്കെ അല്ല ജോബ് പ്ലേസുകളിൽ വർക്ക് പ്ലേസുകളിൽ നിന്നൊക്കെ നമുക്ക് ലഭ്യമാകും. പക്ഷേ ഇത് കൈ വരത്തില്ല. ഇതിങ്ങനെ ഇട്ടു ഇങ്ങനെ കറക്കുക. സ്തോത്രം. അപ്പോൾ ഒന്നാമത്തേത് ശബ്ദശക്തിയാണ്. നമുക്കെതിരെ ഒരു ദൂത് കേട്ടിട്ടുണ്ടെങ്കിൽ ആ ദൂതിനെ വെട്ടാൻ ഏതെങ്കിലുമൊക്കെ അതേ കാറ്റഗറിയിലുള്ളവരെ, ഇപ്പം ഞാൻ ഇതിനകത്ത് ഞാൻ പറയുന്നില്ല, വിട്ടാൻ കയറി നിൽക്കും. ഇനി അവർക്ക് അതിൻ്റെ കുഴപ്പമുള്ളൂ, അവൻ അതിൻ്റെ കുഴപ്പമേ ഉള്ളൂ. ദുരാത്മ മണ്ഡലം ചലിപ്പിക്കാൻ ഒരു ഓപ്പണിംഗ് ഇട്ട് കൊടുത്തു, ആക്ടിവേറ്റ് ആക്കി, ചലിക്കാൻ ഓപ്പണാക്കി കൊടുത്തു. പിന്നെ അത് ചലിച്ചോളും. നമുക്ക് തേനീച്ചക്കൂട് അവിടെ ഇരുന്ന വല്ല കുഴപ്പമുണ്ടോ? ചുമ്മാ ഒരു നമ്മൾ അങ്ങോട്ട് പോകണ വഴിക്ക് ഒരു കല്ലെടുത്ത് ചുമ്മാ എറിഞ്ഞിട്ട് പോയാൽ മതി. പിന്നെ അവൻ അറിയാം എന്ത് ചെയ്യും. എറിഞ്ഞത് ആരാന്ന് പോലും നോക്കണ്ട അവൻ പിന്നെ അതിൽ വരുന്നവരെ മുഴുവൻ ഉപദ്രവിക്കും. ഇതേ പരിപാടിയാണ് ഈ ദുരാത്മ മണ്ഡലത്തെ ആക്ടിവേറ്റ് ചെയ്തിട്ട് അവരങ്ങ് പോകും. രണ്ടാമത്തേതാണ് അവധിക്ക് വെക്കുന്ന ഒരു പോരാട്ടം. എന്നാ പറയുക, ഒരിക്കലും ഇത് നടക്കത്തില്ല. നീ നടപ്പിക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഇട്ട് പൊളയും. നമുക്കറിയാം ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ ദൈവം തമ്പുരാൻ പറയുന്നത് എന്നതാണ്, ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നിങ്ങൾ, അല്ലെങ്കിൽ മോശ മുഖാന്തരം ഇവർ പോകണം. ആ ഭാഗം അവിടെ നിൽക്കട്ടെ. മോശ മുഖാന്തരം ഇവർ യാത്ര തിരിക്കുന്ന ഭാഗം പറയാം. മോശ മുഖാന്തരം ഇവർ യാത്ര തിരിക്കുമ്പോൾ നിങ്ങൾ അവിടെ എത്തും, അല്ലേ? നിങ്ങൾ അവിടെ എത്തും. നിങ്ങളുടെ വാഗ്ദത്ത ഭൂമിയാണ്, അവിടെ എത്തുമെന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാം പറയപ്പെട്ട മോശയാണ് ലീഡർ. ഈ മോശയാണ് ചെന്ന് ദൂത് പറയുന്നത്. നമ്മളവിടെ എത്തും, നമ്മളവിടെ പോവുകയാണ്. നിങ്ങളതുകൊണ്ട് അബീബ് മാസം 1-ാം തീയതി രാത്രിയിൽ നമ്മളെല്ലാം കൂടി ഇവിടുന്ന് ഒരു സംഘമായിട്ട് ഇറങ്ങും. അന്ന് വലിയ കൂട്ടക്കരച്ചിലുകളുണ്ടാകും. നമ്മുടെ വായിൽ ചിരിയും അവരുടെ വായിൽ കരച്ചിലും ഉണ്ടാകും. ഇങ്ങനെ നമ്മൾ പോകും, നമ്മൾ ഇടുന്ന ചെരുപ്പ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ വലിയ സംഭവങ്ങളൊക്കെ നടക്കുകയാണ്. പക്ഷെങ്കിൽ നിങ്ങൾ ചിന്തിക്കണമേ, ദൂത് പറഞ്ഞാൽ മോശം മരിച്ചുപോയി, ഇല്ലേ? മോശം മരിച്ചുപോയി. ദൂത് നിൽക്കുമോ? പിന്നെയും യോശുവ എഴുന്നേറ്റു. യോശുവ എഴുന്നേറ്റപ്പോഴത്തേന് മോശയോട് പറഞ്ഞതുപോലെയുള്ള യോശുവോട് പറഞ്ഞു, നീ ഉറപ്പം ധൈര്യമായി ഉള്ളവനായിരിക്കും, ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ തന്നെ നിന്നോടും കൂടി ഇരിക്കും. ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ വ്യക്തിയെ ചാർജ് ചെയ്തിട്ട് വിടുകയാണ്. അപ്പം മോശയോട് കൂടെ ഇരുന്നതുപോലെ ഞാൻ നിന്നോടും കൂടി ഇരിക്കും. അപ്പം മോശയോട് കൂടി ഇരുന്നതുപോലെ എന്ന് പറഞ്ഞ് യോശുവ ഇങ്ങനെ നടക്കുക. പക്ഷെങ്കിൽ യോശുവയ്ക്ക് കനാൻ ദേശം പിടിച്ചെടുക്കുവാൻ വേണ്ടി 31 യുദ്ധം ചെയ്യേണ്ടി വന്നു. മോശ ഒന്നും ചെയ്തിട്ടില്ല. 31 വാർ ഫൈറ്റ്സ്, 31 രാജാക്കന്മാരെ. അപ്പം ദൂത് നിൽക്കെ തന്നെ ഇസ്രായേൽ മക്കൾ കനാൻ ദേശത്തിൽ വാഗ്ദത്ത ദേശത്ത് എത്താതിരിക്കാൻ വേണ്ടി ഏതെല്ലാം നിലകളിൽ ചലിച്ചു എന്ന് സൺഡേ സ്കൂൾ നമ്മുടെ പിള്ളേർക്കറിയാം. രാജ്യങ്ങളെ അവസാനം കണ്ടു. അപ്പം യോശുവ പറയുന്നുണ്ട്, നമ്മൾ കണ്ടാൽ പോരാ, കേട്ടാൽ പോരാ, നമ്മൾ വാഗ്ദത്ത ഭൂമിയെ യുദ്ധം ചെയ്ത് അവകാശമാക്കണം. ഇന്ന് നമ്മളൊരു കരമടിക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ ദൈവമക്കളെ, കരമൊക്കെ അടിക്കുമ്പോൾ നടക്കുന്ന എന്നാണെന്നറിയോ? ഒന്ന് കരം ഉയർത്തി ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ഒരു കാല് മുമ്പോട്ട് വെച്ച് ദൈവത്തെ ഒന്ന് ആരാധിക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരു സ്തോത്രം പറയുമ്പോൾ അടുത്ത് നിൽക്കുന്ന വ്യക്തിയെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട്, ഓ ദൈവാത്മാവ് ഇടപെടുന്നു, അല്ലെങ്കിൽ ദൈവം ചലിക്കുന്നു, ദൈവം നമ്മളോട് കൂടെയുണ്ട്, ദൈവം നമ്മുടെ സങ്കേതമാണ്, അവൻ ഉറപ്പുള്ള ഗോപുരമാണ്, അവൻ നമ്മളെ വിട്ടിട്ടില്ലെന്ന്, അവൻ നമ്മളെ കാക്കുവന്നേ, അവൻ നമ്മുടെ ഉപനിധി എന്നൊക്കെ പറയുമ്പോഴുണ്ടല്ലോ ഒരു ഡിക്ലറേഷനാ, കർത്താവ് കൂടെയുണ്ടെന്നേ. സ്തോത്രം. ഇവർ യുദ്ധം ചെയ്ത് എത്തിയതുപോലെ തന്നെയാണ് കേട്ട ദൂത്. നമ്മളെങ്ങനെയാണെന്നറിയോ? ഇപ്പം എൻ്റെ ഒരു ക്യാരക്ടറിൽ ഞാനിപ്പോൾ സജീവനോടൊരു ദൂത് പറഞ്ഞാൽ എനിക്കറിയാം, പ്രൈസിയോട് പറഞ്ഞു, നാട്ടിൽ പേരൻസ് ഉണ്ടല്ലോ അല്ലേ, ഭയങ്കര ദൈവസാന്നിധ്യമായിരുന്നു ആലയത്തിൽ,
ഭാഷ ദൂത് പറഞ്ഞിട്ടുണ്ട്. അവിടെ പറഞ്ഞു. അപ്പം അപ്പനും അമ്മയും അവരുടെ ഭാഷ വരും പറയും, അയ്യോ ഒരാശ്വാസമായി, ഞങ്ങളുടെ മാഞ്ചസ്റ്ററിൽ നിന്ന് ഒരു വലിയ ശബ്ദമൊക്കെ കേട്ടു, മക്കൾ സന്തോഷിച്ചിരിക്കുകയാണെന്നാണ്. ഭാഷ അവിടുത്തെ ഭാഷയാണ്, ഇവിടുത്തെ ഒന്നുമല്ല കേട്ടോ. അടുത്ത ഭാഷ പറയും, അവനൊക്കെ അതിൻ്റെ കുഴപ്പം കൂടെ ഉള്ളൂ അല്ലേ, ഉള്ള സ്ഥലം മുഴുവൻ ഭൂമി കഴിച്ചിട്ടിരിക്കുക, ഇങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞു കളയും. നശിപ്പിക്കാൻ ഒരു ശക്തി ഇറങ്ങും. വായിച്ചു പോകാൻ മുമ്പോട്ട്. യിരെമ്യാ പ്രവചന പുസ്തകം 46 നിങ്ങളത് ശ്രദ്ധിച്ച് കേട്ടോണം. ഞാൻ സോണിച്ചാനെ കൊണ്ടൊരു പാട്ട് എടുത്ത് പാടിപ്പിച്ചതിൻ്റെ കാര്യം അതായിരുന്നു. വായിച്ചു കേട്ടു. യിരെമ്യാ പ്രവചന പുസ്തകം 46:17. ആരെയാണെന്നറിയാവോ? മതി. നമ്മുടെ ജീവിതത്തിൽ ഒന്നാമത്തേത്, ഒരു ദൂത് കേട്ടാൽ ആ ദൂത് നടപ്പിലാക്കാതിരിക്കാൻ നമ്മുടെ കൂട്ടത്തിലുള്ളവരുടെ ശാപശബ്ദ വാക്കുകളാണ്. അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യമാണ്. നമ്മൾ അടുത്തിരിക്കുന്നവരെ നോക്കുകയൊന്നും വേണ്ട. സ്തോത്രം. മക്കളെ, ഇന്നത്തെ ലൈവ് വേണ്ട ഇടേണ്ടത്. അപ്പം നമ്മുടെ കൂടെ ഇരിക്കുന്നവർക്ക് നമ്മുടെ ദൂത് കല്ലോട്ടാൻകോഴി ശുശ്രൂഷിക്കുന്നു, ഇവന് യുകെയിലായിട്ടും പറയുവാണ് ഇത് പോരെന്ന്. നമ്മളവിടെ ഒരാത്മാവിനെയും കൊണ്ടിരിക്കുന്നു. എന്തിനാ? വേറെ പണിയൊന്നുമില്ലേ? നമ്മുടെ വളർച്ചയിൽ ബാബുചെറിയാൻ പാസ്റ്ററുടെ ബ്രദറാണ് ഇവിടെ ഇരിക്കുന്നത്. പാസ്റ്ററുടെ പ്രസംഗം ബൈബിൾ ക്ലാസ്സാണ്. വാഗ്ദത്തം എന്നുള്ളതാണ് സബ്ജക്റ്റ്. ഞാൻ കേട്ടിട്ടുള്ള കുറേ വർഷങ്ങൾക്ക് മുമ്പ് മരണ വീട്ടിൽ പോകാൻ വിളിച്ചോ 50 പേര് വരും. ഫ്യൂണറൽ സർവീസാണ്, ഫ്യൂണറൽ സർവീസ് പോയേക്കാന്ന് പറയും. പക്ഷെങ്കിൽ അവിടെ ഒരു നല്ല വീട് പുള്ളിക്ക് കിട്ടി കേട്ടോ, അല്ലെങ്കിൽ പുള്ളിയുടെ മക്കൾക്ക് 1ാം റാങ്ക് കിട്ടുമെന്ന് പറയുകയാണെങ്കിൽ എന്താ പറ്റി? അല്ല, ഞാൻ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ എന്തൊരു ബുദ്ധിമുട്ടാണെന്നറിയോ? മറ്റുള്ളവൻ്റെ നന്മയിൽ നമുക്ക് എവിടെയൊക്കെയോ പാകപ്പിഴകൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കെതിരെ ദുരാത്മ മണ്ഡലം ചലിക്കുന്നുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. ഞാൻ എപ്പോഴും ചിന്തിക്കും, മറ്റുള്ളവൻ്റെ വളർച്ചയിൽ, മറ്റുള്ളവൻ്റെ വിശാലതയിൽ നമുക്ക് ഒരു വിധത്തിലും നമുക്ക് ഒരു തോന്നലും വരാൻ പാടില്ല. സ്തോത്രം. എനിക്ക് ഈ അടുത്ത് സാൻജോസിനോട് ഇച്ചിരി വിഷമാണ്. അവൻ നല്ല മിടുക്കനാണ്, നീ ചുരുങ്ങുക, വിശാലപ്പെടട്ടാ, അങ്ങോട്ട് ലൈവ് മാറ്റിയില്ലേ, നീ അങ്ങോട്ട് വർദ്ധിക്കട്ടടാ. മറ്റേ ചെറുക്കം വന്നിരിക്കുമ്പോൾ ഒരു ബലമായിരുന്നു നമുക്കല്ലേ. ഇപ്പം ഇവനങ്ങോട്ട് പോലെ വഴിക്കും പോകാൻ പറ്റുമോ? എന്താ അവിടെ തരുന്നില്ലേ ജീവിയെ? എന്തേ ഇല്ലേ, വന്നില്ലേ? നീ മെനിങ്ങേടി. 2 കാര്യം ഓർത്തോണേ. പോള് പറഞ്ഞതിനെ യഹൂദന്മാരാ കയറി വെട്ടിയത്. 2ാമത്തെ മണ്ഡലം കേട്ട ദൂതിനെ ഇത് നടപ്പിലാക്കിക്കത്തില്ല എന്ന് പറയുന്നവൻ്റെ പേരാണ് ഫറവോന്യ ശക്തി. യിരെമ്യാ പ്രവചന പുസ്തകത്തിലാണത് വെളിപ്പെട്ടിരിക്കുന്നത്. പുറപ്പാട് പുസ്തകത്തിലോ ആവർത്തന പുസ്തകത്തിലോ സംഖ്യാപ്രവചന പുസ്തകത്തിലോ അല്ല. യിരെമ്യാവ്, കരയുന്ന യിരെമ്യാവ്, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ആത്മാവിനാൽ ജ്വലിക്കപ്പെട്ട യിരെമ്യാവ് വിളിച്ചു പറയുകയാണ്, ഇവനാണ് സമയം തെറ്റിക്കുന്നത്. അപ്പം നമ്മൾ കേട്ടിരിക്കുന്ന ഒരു ദൂത് നമ്മുടെ സങ്കല്പമായി നിൽക്കാതെ കേട്ട ദൂതിനെ നടപ്പിലാക്കുന്ന ദൈവകൃപ നമ്മുടെ മേലുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എടുത്തു പറയണം, ഫറവോന്യ ശക്തികളെ, ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി ഒരു നാളും കാണാതെ വണ്ണം. ഇസ്രായേൽ മക്കൾ അതൊരു ജയഘോഷം പോലെ പറഞ്ഞു തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് കലരാത്രി പറഞ്ഞ കാര്യമാണ്. ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി ഒരു നാളും കാണാതെ വണ്ണം ഫറവോനെയും അവൻ്റെ കൂട്ടരെയും ചെങ്കടലിൽ തള്ളി മുക്കിക്കൊന്നവനെയും നിനക്ക് ഞങ്ങൾ ആരാധന കരയേറ്റുന്നു. ഇത് നമ്മൾ വീണ്ടും പറയുമ്പോഴുണ്ടല്ലോ, ഈ നരകശക്തികൾ നമ്മുടെ പിൻപാലെ നടക്കുകയല്ലേ. ഏതാ? 1 ഗൂഢസംഘമായിരിക്കുന്ന യഹൂദന്മാർ, 2 ദുരാത്മ മണ്ഡലത്തിൻ്റെ ലീഡറായിരിക്കുന്ന ഫറവോന്യ ശക്തിയുടെ ബലം. ഇത് നമ്മളെ ചലിക്കുമ്പോൾ ദുരാത്മ മണ്ഡലത്തോട് നോക്കി പോൾ പറഞ്ഞത് പറയണം, വിട്ടുപോയെന്ന് പറയണം. സൃഷ്ടി ജാലകങ്ങൾ ദൈവപുത്രന്മാരുടെ
വെളിപ്പാടിനായി കാത്തിരിക്കുന്നു എന്നാണ് തിരുവചനം പറയുന്നത്. നമ്മൾ ഏതൊരു ദുരാത്മ മണ്ഡലത്തെ നോക്കിയിട്ട് ആത്മാവിൽ നമ്മൾ പ്രഖ്യാപിച്ചോണം, ദുരാത്മ മണ്ഡല ശക്തികളെ നിങ്ങൾ വിട്ടുപോകാൻ പറയണം. സൃഷ്ടി ജാലകങ്ങളതല്ല, സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനായി കാത്തിരിക്കുന്നു. നമ്മൾ പറയണം, ആത്മാവിൽ പ്രഖ്യാപിക്കണം. ഒന്നുകൂടെ മുമ്പോട്ട് പോകാം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ പറഞ്ഞു നിർത്തുകയാണ്. മതി. ഈ അബ്രഹാം പിതാവ് അവിടെ ചെയ്തതാണ്, പക്ഷികളെ പിളരാതെ ഒരു യാഗം നടത്തി. പക്ഷികളെ പിളർന്നില്ല. അവിടെയാണ് നിൻ്റെ തലമുറ. അപ്പം നമ്മളറിയാമല്ലോ, നമ്മൾ ചിന്തിക്കണം, ആരാധനയുടെ പ്രാധാന്യം അറിയണം. നമ്മൾ ഒരു യാഗം നടത്തിയതാണ്, പക്ഷിയെ പിളർന്നില്ല. അതുകൊണ്ട് ചെറിയൊരു മിസ്റ്റേക്ക് ചെയ്തത്, ആരും കണ്ടില്ല, അവിടെ ഇരിക്കട്ടെ പ്രാവും കുഞ്ഞ് എന്ന് വെച്ചതേ ഉള്ളൂ. അബ്രഹാമിനോട് വന്ന് പറഞ്ഞെന്നറിയോ, നമ്മൾ ചിന്തിച്ചു നോക്കി, ഇസഹാക്ക്, യാക്കോബ്, ജോസഫ്, നിൻ്റെ തലമുറകൾ. യാക്കോബ പോകുന്നത്, പക്ഷെങ്കിൽ അവിടെ തൊട്ട് യാത്ര ആരംഭിക്കുന്നത്. ആദ്യം പോയി, പിന്നെ യാക്കോബ് പോവുകയാണല്ലോ 70 പേരായിട്ട്. അപ്പം ഞാൻ പറഞ്ഞത്, ഒരു ചെറിയ മിസ്റ്റേക്കാണ്. അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് തന്നെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച്, ലൈവുകാരെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടോ? പുറകെ ഇരിക്കുന്നവരെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടോ? ആരാധനയിൽ നിങ്ങൾ അലക്ഷ്യ മനോഭാവം കാണിച്ചിട്ടുണ്ടെങ്കിൽ ആടി ഇൻസ്റ്റൻ്റ്. ഒരാമയും പറയാൻ പറ്റുമോ? എന്നും പറഞ്ഞ് ഇങ്ങനെ കാലം അടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ സമർപ്പിച്ചും കൊണ്ടിരിക്കണം. നാഥാ, എൻ്റെ സമർപ്പണത്തെയും എൻ്റെ അർപ്പണത്തെയും നീ സ്വീകരിക്കണമേ. ഞാനാകുന്നത് നിൻ്റെ കൃപയാലാണ്. ഈ ഹാർവസ്റ്റിൻ്റെ പ്രത്യേകത എന്നാണെന്നറിയാവോ? ഇന്ന് ഹാർവസ്റ്റ് സൺഡേയാണ്. ഇസ്രായേൽ മക്കൾ വിളഭൂമിയിൽ നിന്ന് ആദ്യ ഫലങ്ങളെ എടുത്ത് ഉത്സവം ആചരിക്കുമ്പോൾ വിളവ് നൽകിയ ദൈവത്തിനുള്ള നന്ദി കരേറ്റത്തെയാണ് ഹാർവസ്റ്റ് സൺഡേ. അതിൻ്റെ ഡെഫിനേഷൻ അതാണ്. വിളവ് നൽകിയ ഉടയവനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന സൺഡേയാണ് ഹാർവസ്റ്റ് സൺഡേ. ഇന്ന് ഹാർവസ്റ്റാണ്. അങ്ങനെയാണ് കരം ഉയർത്തിയെന്ന് പറഞ്ഞ് എവിടെയെല്ലാം ഞങ്ങൾ വിളവുകൾ എടുത്തല്ലേ. ഓരോ മാസത്തെ പൗണ്ടുകൾ നിങ്ങൾ എണ്ണുമ്പം പറയണം, ഇതൊരു വിളവെടുപ്പായിരുന്നു. എന്നിട്ട് അവിടം കൊണ്ട് തീർന്നില്ല ദൈവമക്കളെ. എന്നിട്ട് ഈ വിളവെടുപ്പിൻ്റെ ഒരു ഭാഗവുമായിട്ട് അവർ ആലയത്തിൽ വന്ന് അവർ ദൈവത്തിന് കൊടുക്കുകയാണ്. യഹോവയാം ദൈവം നൽകിയിരിക്കുന്ന വിളവെടുപ്പിൽ നിന്ന് ഒരാദ്യ ഫലശേഖരം എടുത്തും കൊണ്ട് അവർ ദൈവാലയത്തിൽ വന്ന്, നീ ഞങ്ങൾക്ക് നൽകിയ വിളവെടുപ്പിൽ നിന്ന് നാഥാ ഒരു ഭാഗം നിനക്ക് തരുന്നു. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു പറയുകയാണ്, കൊയ്ത്ത് അനേകം വേലക്കാർ. വിളവെടുപ്പിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. കൊയ്ത്ത് അനേകം വേലക്കാരെ ചുരുക്കം. ആവർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട്, നീ കെട്ടാത്ത ഭവനത്തിൽ പാർക്കുമ്പോൾ, നീ നടാത്ത മുന്തിരിവള്ളിയുടെ ഫലം അനുഭവിക്കുമ്പോൾ, നീ കുഴിക്കാത്ത കിണറിൽ നിന്നും നടാത്ത വൃക്ഷത്തിൽ നിന്ന് ഫലം അനുഭവിക്കുമ്പോൾ, നിന്റെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന നീ ദൈവത്തെ നീ മറക്കാതിരിപ്പാൻ നീ ഇതൊരു ചട്ടമായി കാക്കണമേ. എന്താ? ആദ്യ ഫലങ്ങൾ ദൈവത്തിൽ കൊണ്ടുവരണമേ. ഞാൻ US പോകുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ അങ്ങനെ തുടർച്ചയായിട്ട് പോകുന്നില്ല, നിങ്ങൾ അതിനെ വേറെ രീതി കാണണ്ട. പക്ഷേങ്കിൽ അവിടുത്തെ ഒരു സിസ്റ്റം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നറിയോ, ജസ്റ്റ് ബ്രദർ കേൾക്കത്, നമുക്ക് ഒരു സാധനം മേടിക്കണം, ഒരു ഡോങ്കല്. എന്നാന്നറിയോ, നിങ്ങളുടെ ബാങ്കിൽ നിന്ന്, ഞാൻ പറഞ്ഞിട്ടുള്ള ഇവിടെ, എന്നാലും ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ ബാങ്കിൽ 28-ാം തീയതി, 29-ാം തീയതി, 30-ാം തീയതി, 1-ാം തീയതി, 2-ാം തീയതി സാലറി വരുന്നുണ്ടെങ്കിൽ ദ ഫസ്റ്റ് ഡയറക്റ്റ് ഡെബിറ്റോ ഫസ്റ്റ് ഗിവിങ്ങോ ചർച്ചിനെ ആകാവുള്ളൂ. ഇതാണ് ഇസ്രായേൽ മക്കൾക്ക് ദൈവം ചട്ടമായിട്ട് കൊടുത്ത ഒരു സംഭവം. ആദ്യം എനിക്കറിയാവുന്ന ഒരു സൈക്കാട്രിസ്റ്റ് ഉണ്ട് ബോംബെയിൽ, വലിയ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. ഗുജറാത്തിയ, പേര് പറഞ്ഞില്ല. അപ്പം ഇദ്ദേഹം സാലറി ഞാൻ വർക്ക് ചെയ്ത ആൽക്കഹോളിക്സ് സെൻറ്ററിൽ നിന്ന് DHC സെൻറ്ററിലാണ്. അവിടെ സാലറി കിട്ടും. അപ്പോൾ ക്യാഷാണ്, ഞങ്ങൾക്ക് ലിക്വിഡ് ക്യാഷാണ് കിട്ടുന്നത്. അപ്പോൾ ഈ വടയും പരിപ്പോടെയൊക്കെ മന്ത്ലി കളക്ട് ചെയ്യാനാണ് ഈ പൈസ കളക്ട് ചെയ്യാൻ വരുന്നത്. ആ പുള്ളി വരുമ്പോഴത്തേന് ഈ പുള്ളി പൈസ കൊടുക്കത്തില്ല. അപ്പോൾ നമ്മളെല്ലാം എടുത്ത് കൊടുക്കും. പുള്ളിക്കറിയ സാലറി കിട്ടി, സാലറി ഇവിടെ കൊടുത്തോണ്ടിരിക്കുക, ഈ പുള്ളി കൊടുക്കത്തില്ല. നോ, ഐ കാൺ ഗീവ് ഇറ്റ് എന്ന് നമ്മൾ പറയും. ഇത് ഡോക്ടറെ ക്യാഷ് ഇരിക്കുന്നു. നോ, ഐ വോണ്ട് ഗീവ് ഇറ്റ് എന്ന്, ഞാൻ കൊടുക്കത്തില്ലെന്ന്. ഇത് പുള്ളി ഹൈന്ദവനാണ്, പുള്ളി കൊണ്ടേ അതുകൊണ്ടേ അവരുടെ ദേവൻ്റെ മുമ്പാകെ കൊണ്ട് വെച്ച് പിറ്റേ ആഴ്ച വരുമ്പോൾ 100-200 കൊടുത്തിട്ട് അങ്ങ് പോകും. നമ്മുടെ ചിന്താഗതികൾ, നിങ്ങൾ ധനം കയ്യിൽ നിന്ന് ചോരുന്നുണ്ടെങ്കിൽ പറയണമേ, നിങ്ങൾ ആദ്യം കൊടുക്കുന്നത് ദേവാലയത്തിനാകട്ടെ.
ഇന്ന് നിങ്ങൾ ചിന്തിച്ചോണമേ, ഡയറക്റ്റ് ഡെബിറ്റിൻ്റെ ഡേറ്റ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഒരു പ്രശ്നമില്ല, ബാങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി. ഡയറക്റ്റ് ഡെബിറ്റിൻ്റെ നിങ്ങളുടെ, അതുപോലെ തന്നെ ഈ PJ ജെയിംസ് സാർ എന്നെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. നിങ്ങളുടെ ഡയറക്റ്റ് ഡെബിറ്റിൻ്റെ കാർഡുകൾ, ക്രെഡിറ്റ് കാർഡിൻ്റെ കാർഡുകൾ നിങ്ങളൊന്ന് നോക്കണമേ. ജെയിംസ് സാർ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ പഠിപ്പിച്ചു. എന്നറിയോ, ഇതിൽ 6 അക്കങ്ങൾ കൂടുതലാണെങ്കിൽ ബാങ്കിൽ വിളിക്കുക. സാറിന് അതിൻ്റെ കേട്ടസി, ബാങ്കിൽ വിളിക്കുക. ഐ നീഡ് എ ന്യൂ കാർഡ്, ഐ ലോസ്റ്റ് മൈ കാർഡ്. ചതിക്കപ്പെട്ടു പോകല്ലേ. ഞങ്ങളുടെ ലിവർപൂൾ ചർച്ചിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ട്രഷററാണ്. എന്നിട്ട് എല്ലാ ആഴ്ചയിലും എന്നോട് 10 പൗണ്ട് മേടിക്കും, ഞാനും പിന്നെ 20 പൗണ്ട് തിരിച്ചു മേടിക്കും. ഇങ്ങനെ അവസ്ഥയായിരുന്നു. അപ്പം ഞാൻ ഈ സാറ് പഠിപ്പിക്കുന്നു, അവൻ്റെ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ ഇന്ന് നോക്കിക്കോ, 6 ഇല്ലാത്ത, ജെയിംസ് സാറിൻ്റെ വേർഷനാണ്, 6 ഇല്ലാത്ത ഡെബിറ്റ് കാർഡില്ലെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ഇദ്ദേഹത്തിൻ്റെ കാർഡിൽ 666 എഴുതി. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സഹോദരൻ കൊണ്ട് കളയത്തില്ലെന്ന്. 2000 പൗണ്ട് ഇട്ടാലോ എനിക്ക് ഈ ഞാൻ പറഞ്ഞിടാ കാർഡ് പോയെന്ന്. ഇല്ല, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ചില ഇഷ്ടങ്ങളെയൊക്കെ എടുത്ത് ദൂരോട്ട് കളയണം. സ്തോത്രം. അബ്രഹാം പിതാവിൻ്റെ ജീവിതത്തിൽ ചെറിയൊരു പിഴവ്, 4ാം തലമുറ. ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ആഴ്ചയിൽ, പിതാക്കന്മാരുടെ അകൃത്യം 4ാം തലമുറ നിൽക്കും. നമ്മുടെ വീടുകളിലൊക്കെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ 4ാം തലമുറക്കാരൻ കല്ലെടുത്തെറിയും. ഈ പുള്ളിയുടെ അകൃത്യമാണ് ഞങ്ങൾ മിസ്രൈമി അടിമത്തത്തിൽ വരാൻ കാരണം. അന്ന് മര്യാദയ്ക്ക് ഒരു പ്രാവിനെ പിളർന്നാൽ പോരായിരുന്നു എന്ന് ഉള്ളിൽ ചിന്തിക്കാത്ത ഒരു ഇസ്രായേലിനെങ്കിലും കാണും അവിടെ. ഇത് കണ്ടിട്ട് തന്നെ അബ്രഹാം പിതാവ് മടങ്ങിയോ? ഒന്നും കൂടെ വായിപ്പിക്കാം. മതി. ഈ 21:33 കൂടെ ഒന്ന് വായിച്ചേ. നമ്മൾ ചിന്തിക്കണമേ, ഒരു ആരാധനയിൽ ക്രമക്കേട്. സത്യത്തിൽ ഈ എൻ്റെ മെസ്സേജിനകത്ത് 4 പോയിൻ്റ് ഉണ്ടായിരുന്നു. മറ്റൊരവസരത്തിലെടുക്കുക. അടുത്ത ആഴ്ച രാജ്യമേത്ര പാഷ വന്ന് വലിയ ആത്മാവിന് മാരി പകരട്ടെ. ഇത് ഞാൻ പറഞ്ഞങ്ങ് പോവാം. പറഞ്ഞു മതി. 1ാമത്തെ ആരാധനയിൽ ചെയ്തതിനാണെന്നറിയോ? പ്രാവിനെ പിളർന്നില്ല. അതിൻ്റെ പരിണതഫലം എന്നായിരുന്നറിയാവോ? എന്നതായിരുന്നു? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? സ്റ്റെഫി ഈ മെസ്സേജ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉണ്ടെന്നീ എനിക്ക് 100% ഉറപ്പുള്ള കാര്യമില്ല, ഞാൻ പറയുള്ളൂ. സ്റ്റെഫി കേട്ടിട്ടുണ്ട്, പ്രിൻസും കേട്ടതാ, ഷലോമും കേട്ടതാ. അപ്പോൾ എവിടെയാണെന്നറിയാമല്ലോ? ഞാൻ നിങ്ങളുടെ ഒമാൻ ചർച്ചിൽ ഈ സംഭവം പ്രസംഗിച്ചതാ. ഒമാനിലെ ചർച്ചിൽ എന്താണെന്നറിയ സംഭവം? ഒരു മിസ്റ്റേക്ക് പറ്റി 4ാം തലമുറ വരെ മിസ്രൈമി അടിമത്തത്തിൽ പോകേണ്ടി വന്നു. ഇതിൽ തിരിച്ചറിയണം. 2ാമത് വീണ്ടും മിസ്റ്റേക്ക് കാണിക്കുകയാണ്. ഒന്നും കിട്ടിയില്ല. ഇത്തവണ പ്രാവില്ലായിരുന്നു. അവിടെ നടന്ന ഒരു ചെറിയ കമ്മ്യൂണിസ്റ്റ് കവച്ച പിച്ചള വൃക്ഷം എടുത്ത് നാട്ടിയിട്ട് പറവോ ഞാനിനി അടിമയല്ലെന്ന്. റിയാലിറ്റിയിൽ വായിച്ച മക്കളെ ഒന്നും കൂടെ. അബ്രഹാം ബേർഷേബയിൽ ഒരു പിച്ചള വൃക്ഷം എടുത്ത് അങ്ങോട്ട് നട്ടു. ഒന്നും പുള്ളിക്ക് കിട്ടിയില്ല. എന്തെങ്കിലും വേണ്ടേ ആരാധിക്കാൻ? വായിച്ചു. എൻ്റെ ദൈവമേ, ആരാധനയിൽ വരുന്ന ക്രമക്കേടുകളെക്കുറിച്ച് വാസ്തവമായിട്ട് അറിഞ്ഞിട്ട് വേണം ദൈവത്തിനെ ആരാധിക്കാൻ. 1 ദിനവൃത്താന്തം 16:2 ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ മനോഹാരിത്വത്തിൽ ആരാധിക്കുക. 99:5 സങ്കീർത്തനം ദൈവത്തിൻ്റെ പാദാന്തികത്തിൽ ആരാധിക്കുക. ഞാൻ ഇതിൻ്റെ ബാക്കി റിസൾട്ട് പറഞ്ഞു പോകാം. 2ാമത്തെ ആരാധനയിൽ പിച്ചള വൃക്ഷമെടുത്ത് നാട്ടി ആരാധിച്ചപ്പോൾ ആടുത്തെ ഒരു അരുളപ്പാട് 22 കേൾക്കുകയാണ്. അബ്രഹാമേ, നിന്റെ ഏകജാതനായ പുത്രനെ നീ യാഗം കഴിപ്പീനെന്ന്. നിങ്ങൾക്ക് ആരാധനയുടെ ഗൗരവം പിടികിട്ടുന്നുണ്ടോ? ആരാധനയുടെ ഗൗരവം പിടികിട്ടുന്നുണ്ടോ? ആരാധന എന്ന് പറയുന്നത് ദൈവത്തിന് കൊടുക്കുന്ന സമർപ്പണമാണ്. അതെപ്പോഴും അറിയണം. ആരാധനയിൽ ദൈവപ്രസാദം ഉണ്ടാകണമെങ്കിൽ നിന്നെ സമർപ്പിക്കുന്നത് 1:15 നിർത്തിയാൽ മതിയെന്ന്. മതിയെന്ന്. ഏതായാലും നമ്മൾ ഇനി അടുത്ത ആഴ്ചയിലൊക്കെ വലിയ മെസ്സേജുകളാണ്. പുറപ്പാട് പുസ്തകം 15:9. എന്താ സന്തോഷ് സാർ ഇവിടെ നോക്ക്, ബാബ പ്രിൻസ് ഇവിടെ ആത്മാവില്ല ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പറയുക ഇന്ന് നീട്ടുവാന്ന്. ഇതൊക്കെ നമുക്ക് മനസ്സിലായി. ലിപ് മൂവ്മെൻറ്റ് ഈസ് ഭയങ്കര പോകണമല്ലേ? പഠിക്കുന്നു പറയാം. 12:15 നോക്കും. ഞാൻ മുമ്പ് ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഇനി അതിൻ്റെ റെഫറൻസായി പറഞ്ഞ വായിച്ചു. ഇതെന്നാന്നൊരു സംഭവം വായിച്ചു. പറഞ്ഞേ. ഞാൻ എൻ്റെ വാളിൻ്റെ
മതി. ആരെന്നറിയോ? ഒരു ദൂത് കേട്ടാൽ 40 യഹൂദന്മാർ ഇറങ്ങിയതുപോലെ ദൂതിനെ വെട്ടാൻ വാളിൻ്റെ ശക്തി എന്ന് ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞു പോയായിരുന്നു അല്ലേ? നിങ്ങൾ കേട്ടായിരുന്നു അത്? ദൂതിനെ വെട്ടാൻ ഫറവോൻ്റെ ശക്തികൾ വാളുമായിട്ട് വരികയാണ്. നമ്മളെ ഇത് നശിപ്പിക്കുക എന്നുള്ളതാണ് കാര്യം. ഒരു ദൂത് നടക്കരുത്, ഒരു ദൂത് നടക്കരുത്. അതുകൊണ്ട് നിങ്ങൾ ആലയത്തിൽ വരുമ്പോൾ പ്രാർത്ഥിച്ചോണം. ഏത് വിഷയമാണെങ്കിലും കർത്താവ് എന്നെ ഒരു ദൂത് കേൾപ്പിച്ച് വിടണം. എന്നാന്നറിയാവോ? ഇത് നടപ്പിലാവുന്നേ. ഇത് നമുക്ക് വിശ്വാസം ഇല്ലെങ്കിലും ദുരാത്മമണ്ഡലത്തിന് അറിയാൻ നടക്കുമെന്ന്. അതുകൊണ്ട് എന്നാ ചെയ്യും? അവൻ കുറേ പേരെ കൂട്ടുകെട്ടും. അവൻ വാളിൻ്റെ ശക്തിയായിട്ട് നമ്മുടെ പുറകെ ആയിരിക്കും. കേട്ട നമുക്ക് ഒരു വിശ്വാസവും ഇല്ല, കേട്ട നമ്മൾ വിശ്വാസമില്ല. പക്ഷെ ദുരാത്മമണ്ഡലത്തിനറിയാം കേട്ടത് ദൈവസഭയ്ക്കകത്തുള്ള ദൂത, ഇത് നടക്കും നിശ്ചയം. യെഹെസ്കേൽ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 21-22 വായിക്കേണ്ട, പറഞ്ഞു പോകാം. ഇനി സമയം തെറ്റിക്കാതെ വണ്ണം അവനെ 28-ാം വാക്യത്തിൽ വന്നപ്പോൾ അതിനെ നിഗ്രഹിച്ച ഒരു ശക്തിയെ അവിടെ കാണാം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി അവിടെ കാണാം. ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയാത്ത നമുക്ക് വേറൊരു വിഷയം ഇതാണ്. ഒന്നാമത്തേത്, നമുക്കൊരു ദൂത് കേട്ട് കഴിഞ്ഞാൽ കുറച്ച് പേര് കൂട്ടുകൂടി ശപഥം ചെയ്യും. അതാണ് ഈ പൊട്ടച്ചെല്ലും കളിവാക്കുമൊക്കെ. ഇന്ന് നിങ്ങളോട് ഇപ്പം ഞാൻ ആരോടെങ്കിലും പാസ്റ്ററോടൊരു ദൂത്, പാസ്റ്റർ ആയതുകൊണ്ട് എന്നെക്കാളും സീനിയർ പാസ്റ്ററല്ലേ, ഞാൻ നല്ലൊരു ദൂത് പറയുന്നത്, നിങ്ങളിത് കഴിഞ്ഞ് എവിടെയെങ്കിലും പോയി കഴിക്കാനിരിക്കുമല്ലോ, ഉച്ച കഴിഞ്ഞ് കഴിക്കാത്തവരൊന്നും അല്ലല്ലോ, ശപഥമൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ പാസ്റ്ററോട് പറഞ്ഞ ദൂതൊക്കെ കേട്ടോന്ന്. പുള്ളി ഇച്ചിരി പറഞ്ഞതേ ഉള്ളത്. കൂട്ടുകെട്ട പൊട്ടച്ചെല്ല് ദുരാത്മാവിനെ അഴിച്ചുവിടുക, ആക്ടിവേറ്റ് ചെയ്യുക. ഈ ആക്ടിവേറ്റും ഡീആക്ടിവേറ്റും എങ്ങനെയാണെന്നറിയോ? അഭിനാദാബിൻ്റെ ഭവനത്തിൽ എത്ര വർഷം പെട്ടകിരുന്നു അറിയോ? 20 years അഭിനാദാബിൻ്റെ ഭവനത്തിൽ പെട്ടകിരുന്നു. ആ പിള്ളേർ, ഞാൻ ആലോചിക്കുന്ന ഒരു അരിപ്പെട്ടി എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു പെട്ടകമായിട്ട് സങ്കല്പിക്കുക. അതല്ല യഹോവയാം ദൈവത്തിൻ്റെ പെട്ടകം. ഇതിനു മുമ്പ് മേളിയിരുന്ന ആഹാരം കഴിച്ചുകൊണ്ടിരുന്നത്. വൈകിട്ട് സിയോനിൽ ഞങ്ങൾ പാർക്കുന്ന കൊട്ടാനൊക്കെ നല്ല രസമല്ലേ കാണാനൊക്കെ. പക്ഷെങ്കിൽ ക്രമപ്രകാരം ഒരു വ്യക്തിയുടെ വീട്ടിൽ 90 ദിവസം ഇരുന്നുള്ളൂ. ആ ശക്തി അതിൽ ആക്ടിവേറ്റ് ആയതിനു ശേഷം പോയ വഴിക്ക് ഇതിലും തൊട്ടത് ഔസ അടി കിട്ടിയേ. മറ്റേവൻ 20 വർഷം കൂട്ടിക്കൊണ്ടിരുന്നു. ആത്മശക്തി വ്യാപരിക്കുമ്പോൾ നീ ഡിക്ലെയർ ചെയ്തോണം. പരിശുദ്ധാത്മാവാ നിന്നോട് ഇടപെടുന്നത് ബോധ്യമുള്ളപ്പോൾ നീ ആരും കേൾക്കണ്ട, നീ ഡിക്ലെയർ ചെയ്തോണം. ഇതെൻ്റെ ജീവിതത്തിൽ നടക്കും, ഇതെൻ്റെ ജീവിതത്തിൽ നടക്കും. കാര്യം വർക്ക് ചെയ്യുന്ന ഒരു സ്പിരിറ്റിൻ്റെ മൂവ്മെൻറ്റിനെ ഞാൻ അറിയുന്നു. ഞാൻ നിർത്തുകയാണ് സമയപരിമിതി മൂലം. 2 കാര്യം മറ്റേതെങ്കിലും അവസരത്തിൽ ഞാൻ പറഞ്ഞു പോകാം. ഇന്ന് നിങ്ങൾ എന്നെ കേൾക്കുന്ന ദൈവമക്കൾ പറയണം, എന്നോടൊരു ദൂതുണ്ടെങ്കിൽ അത് നടപ്പിലാക്കുവാൻ ദൈവകൃപ എനിക്ക് വേണം. നടപ്പിലാക്കാതിരിപ്പാൻ ഒത്തിരി ശക്തികൾ നിനക്കെതിരെ നീങ്ങും. സമയം തെറ്റിക്കും, അവധിക്ക് വെക്കും, ശബ്ദവാക്കുകളാലും ദൂതിനെ തെറ്റിക്കും. പക്ഷെങ്കിൽ നിങ്ങളിത് പറയണമേ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു അവൻ എൻ്റെ ഉപനിധി. പരിശുദ്ധ ദൈവമേ, നിത്യനായ ഞങ്ങളുടെ കർത്താവേ, തിരുസാന്നിധ്യത്തിൻ്റെ മറവിൽ ഞങ്ങൾ മറയുന്നു. ഞങ്ങൾ ചെറിയൊരു ചിന്തയാണ് ചിന്തിച്ചത്, എന്നാൽ അതിൽ വലിയ കാര്യങ്ങളുണ്ട് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ ചെറുപ്പത്തിൽ കേട്ടിരിക്കുന്ന ആലോചനകളെ, ഞങ്ങൾ വിവാഹം കഴിച്ചപ്പോൾ കേട്ടിരിക്കുന്ന ആലോചനകളെ, ഞങ്ങൾ സ്നാനപ്പെട്ടപ്പോൾ കേട്ടിരിക്കുന്ന ആലോചനകളെ, സഭായോഗങ്ങളിലും സ്പെഷ്യൽ മീറ്റിങ്ങുകളിലും കേട്ടിരിക്കുന്ന ദൈവാലോചനകളെ ഞങ്ങൾ ഓർക്കുന്നു. അത് നടപ്പിലാക്കുവാൻ ആ ദൂതിന് തന്നെ ശക്തിയുണ്ട്, അതിലൊരു ദൈവകൃപയുണ്ട്. നടപ്പിലാക്കട്ടെ. അതിനെതിരെയുള്ള എല്ലാ വ്യാപാര ശക്തികളെയും നസ്രയനായ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ശിഥിലീകരിക്കുന്നു. അതൊരു കൂട്ടമായിട്ട് വന്നു, അത് 7 കൂട്ടമായി ചിതറും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കുഞ്ഞുങ്ങൾ മുമ്പോട്ട് കടന്നു വരിക വേഗത്തിൽ.